വെരി വാം വെൽക്കം ടു ഓൾ ദ ഡിയർ ഡോക്ടേഴ്സ് ഔട്ട് ദർ. മൈ നെയിംസ് ഡോക്ടർ ഗൗതം മനോജ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേരള PSC ക്ലാസ്സിന്റെ ഭാഗമായിട്ടുള്ള ഫോറൻസിക് ടോപ്പിക്കിൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അത് ടോപ്പിക്കിന്റെ പേര് താനറ്റോളജി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈമിൽ പറഞ്ഞായിരുന്നു, താനറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് ഡെത്ത്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് ഈ താനറ്റോളജി എന്ന് പറയുന്നത്. അതിൽ അയാളുടെ ഓട്ടോപ്സി ഇൻക്ലൂഡ് ചെയ്യും, അതിൽ മരണശേഷം അയാളുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, താനറ്റോളജി എന്ന ടോപ്പിക്ക് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. താനറ്റോളജി താനറ്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡെത്ത് ആൻഡ് ഇറ്റ്സ് മെഡിക്കോ ലീഗൽ ആസ്പെക്ട്സ്. ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഓട്ടോപ്സി, അതുപോലെ തന്നെ അതിന്റെ മെഡിക്കോ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെല്ലാം ബന്ധപ്പെടുത്തി നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് താനറ്റോളജി എന്ന് പറയുന്നത്. ഇതില് ആൾ എങ്ങനെ മരിച്ചു, ആളുടെ മോഡ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, അതിന് ആൾ എങ്ങനെ മരിച്ചു, പിന്നെ കോസ് ഓഫ് ഡെത്ത്, എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത്, ചേഞ്ചസ് ആഫ്റ്റർ ഡെത്ത്, അതായത് ഒരു മനുഷ്യ ശരീരത്തിന് മരണശേഷം ഉണ്ടാവുന്ന ചേഞ്ചസ്, ആൻഡ് ഓൾസോ ഈ ചേഞ്ചസ്, അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണോ ഉണ്ടായത് അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആ ചേഞ്ചസിനെ ബേസ് ചെയ്ത് എത്ര ടൈമായി ആ പേഷ്യന്റ് മരിച്ചിട്ട് ഇന്നും നമുക്ക് പറയാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് സ്റ്റഡി ഓഫ് ഡെത്ത് അഥവാ താനറ്റോളജി. മോഡ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് എടുക്കാൻ പറ്റും. ഒന്ന് സൊമാറ്റിക് ഡെത്ത്, രണ്ട് മോളിക്കുലർ ഡെത്ത്. സൊമാറ്റിക് ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലിനിക്കൽ ഡെത്ത് ആൻഡ് മോളിക്കുലർ ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് സെല്ലുലാർ ഡെത്ത്. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് സെസേഷൻ ഓഫ് സർക്കുലേഷൻ, അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കൂടെ ഓടുന്ന ബ്ലഡ് അത് എവിടുന്ന വരുന്നത്, ഹാർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഹാർട്ട് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് പറ്റും, സർക്കുലേഷൻ സ്റ്റോപ്പ് ആവും. ദാറ്റ്സ് കോൾഡ് ക്ലിനിക്കൽ ഡെത്ത്. ക്ലിനിക്കലി നമ്മൾ നോക്കുമ്പോൾ പൾസ് കാണത്തില്ല, ബ്രീത്തിങ് കാണത്തില്ല, പിന്നെ ബ്രെയിൻ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രെയിൻ സ്പൈനൽ റിഫ്ലക്സുകൾ ഒന്നും കാണത്തില്ല. ദാറ്റ് ഇസ് കോൾഡ് ക്ലിനിക്കൽ ഡെത്ത്. സെസേഷൻ ഓഫ് സർക്കുലേഷൻ ഉണ്ടാകുന്നു, റെസ്പിറേഷൻ ഉണ്ടാകുന്നു, ബ്രെയിൻ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവുന്നു. ദാറ്റ് ഇസ് കോൾഡ് സൊമാറ്റിക് ഡെത്ത്, ഓൾസോ നോൺ ആസ് ക്ലിനിക്കൽ ഡെത്ത്. ഇനി മോളിക്കുലർ ഡെത്ത് എന്ന് പറയുന്ന പേരാണ് സെല്ലുലാർ ഡെത്ത്. സെല്ലുലാർ ഡെത്ത് എന്ന് പറയുന്നത് ഈ സൊമാറ്റിക് ഡെത്ത്, അതായത് ക്ലിനിക്കൽ ഡെത്ത് ആണ് ആദ്യം ഉണ്ടാകുന്നത്, സെസേഷൻ ഓഫ് സർക്കുലേഷൻ ആണ് ആദ്യം ഉണ്ടാകുന്നത്, റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് ആദ്യം ഉണ്ടാകുന്നത്, ബ്രെയിൻ ഡെത്ത് ആണ് ആദ്യം ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, നമുക്ക് സെല്ലുലാർ ഡെത്ത് അഥവാ മോളിക്കുലർ ഡെത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ സെല്ലുലാർ ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെസേഷൻ ഓഫ് സെല്ലുലാർ മെറ്റബോളിസം ആൻഡ് ഒക്കേഴ്സ് ആഫ്റ്റർ സൊമാറ്റിക് ഡെത്ത്. ഒരു ആളുടെ ശരീരത്തിൽ കൂടെ ഉള്ള ഈ പറയുന്ന രക്തയോട്ടം എല്ലാം നിലച്ചതിന് ശേഷമാണ് സെല്ലുലാർ മെറ്റബോളിസം നിൽക്കുന്നത്. കാരണം സെല്ലുലാർ മെറ്റബോളിസം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ബോഡി കൂടെ ഓടുന്ന ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഓക്സിജൻ മാത്രമല്ല, ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ദാറ്റ്സ് എസെൻഷ്യൽ ഫോർ സെല്ലുലാർ മെറ്റബോളിസം. ആ സെല്ലുലാർ മെറ്റബോളിസം നിൽക്കണമെങ്കിൽ ആദ്യം എന്ത് നിൽക്കണം, സർക്കുലേഷൻ നിൽക്കണം. അത് സൊമാറ്റിക് ഡെത്തിന് ശേഷമാണ് ഈ പറയുന്ന സെസേഷൻ ഓഫ് സെല്ലുലാർ മെറ്റബോളിസം ഉണ്ടാകുന്നത്. ദാറ്റ്സ് കോൾഡ് സെല്ലുലാർ ഡെത്ത്. പിന്നെ മോസ്റ്റ് റെസിസ്റ്റന്റ് ടിഷ്യൂസ്, അതായത് നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം നമ്മൾ ബറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഒരു 2 മാസം ശേഷമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അയാളുടെ ശരീരം മിക്കതും ദ്രവിച്ചു പോയിട്ടുണ്ടാകും. മിക്ക ഭാഗങ്ങൾ എല്ല് മാത്രമായി കാണും, മനസ്സിലായോ? പക്ഷെ അപ്പോഴും അയാളുടെ ശരീരത്തിലെ ദ്രവിക്കാത്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ നഖം, അയാളുടെ ബോണ്, അയാളുടെ ഹെയർ. കാരണം ഈ 3 സാധനത്തിൽ എന്തുണ്ട്, കെരാറ്റിൻ ഉണ്ട്. കെരാറ്റിൻ എന്ന് പറയുന്നത് ബയോഡീഗ്രേഡബിൾ ആണെങ്കിൽ പോലും അത് വളരെ സ്ലോ ആണ് അതിന്റെ ഡീഗ്രേഡേഷൻ. സംടൈംസ് ഇറ്റ് ടേക്സ് ഇയേഴ്സ്. ബോണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാന്തരങ്ങൾ എടുക്കും അതൊന്ന് മണ്ണിൽ അലിഞ്ഞു ചേരാൻ. ബോണ് വളരെ പാടാണ് ഡീഗ്രേഡ് ചെയ്യാൻ. നെയിലും ഹെയറും പിന്നെയും ഡീഗ്രേഡ് ആവും. ഹെയർ നമ്മളിപ്പോ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ് നോക്കിയാൽ പോലും ഹെയർ ഒക്കെ അവിടെ തന്നെ കാണാനാണ് സാധ്യത. ബിക്കോസ് ഇറ്റ്സ് വെരി റെസിസ്റ്റന്റ് ടു ഡീഗ്രഡേഷൻ. ബോണും നെയിൽസും അതുപോലെ തന്നെ, ദേ സർവൈവ് ദ ലോങ്കസ്റ്റ്. ബോണാണ് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത്. ഏറ്റവും നേരത്തെ ചത്തുപോകുന്ന ടിഷ്യൂസ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ നമ്മളതിനകത്ത് അതിന്റെ വിക്റ്റിമായി പോവുകയാണെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയി പോവുകയാണെങ്കിൽ, നമുക്കിപ്പോ നമ്മുടെ തലയിടിച്ചാണ് നമ്മൾ വീണ, അല്ലെങ്കിൽ നമ്മുടെ സ്പൈൻ ഇടിച്ചാണ് നമ്മൾ വീണെങ്കിൽ നമ്മുടെ ഞരമ്പുകൾക്ക്, അതായത് നമ്മുടെ ന്യൂറോൺസിന് എന്തെങ്കിലും തകരാറ് പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ആദ്യം അഫക്റ്റഡ് ആവുന്നത്. ഏറ്റവും പയ്യെ റീജനറേറ്റ് ആവുന്ന ന്യൂറോൺസ് ആണ്. കാരണം ന്യൂറോൺസ് റീജനറേറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. മാത്രമല്ല ദേ ആർ വെരി ഫ്രജൈൽ. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെറിയ ഇഞ്ചുറി ഉണ്ടെങ്കിൽ തന്നെ ആ സെല്ലുലാർ ഡെത്ത് ഉണ്ടാവും ന്യൂറോൺസിന്റെ കേസിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ മോളിക്കുലർ ഡെത്ത്, സെല്ലുലാർ ഡെത്ത് എന്ന് പറഞ്ഞാൽ സെസേഷൻ ഓഫ് സെല്ലുലാർ മെറ്റബോളിസം ഉണ്ട് ആൻഡ് ഒക്കേഴ്സ് ആഫ്റ്റർ സൊമാറ്റിക് ഡെത്ത് ആൻഡ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ഇൻ ഡിഫറെന്റ് ടിഷ്യൂസ്. പിന്നെ മോസ്റ്റ് റെസിസ്റ്റന്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ആൻഡ് ഏർലിയസ്റ്റ് ഡൈയിങ് ടിഷ്യൂസ് ആർ ന്യൂറോൺസ്. നെക്സ്റ്റ്, സയൻസ് ഓഫ് ഡെത്ത്. എന്താണ് സയൻസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്? നമുക്ക് നമ്മൾ ഒരാൾ മരിച്ചു എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് എങ്ങനെയാ? ഡോക്ടർ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഒരാൾ മരിച്ചു എന്നുള്ളത്. നമ്മൾ കോമൺ ആളുകൾക്ക് പോലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ദാറ്റ്സ് കോൾഡ് ഇമ്മീഡിയറ്റ് സയൻസ്. ഇമ്മീഡിയറ്റ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അയാളെ വിളിച്ച് അയാൾ എണീക്കില്ല. ദാറ്റ്സ് കോൾഡ് ഇൻസെൻസിബിലിറ്റി. ഓഫ് കോഴ്സ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വോളണ്ടറി പവർ, അയാളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അയാൾ ചെയ്യൂല, അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഈസ് ഡെഡ്. പിന്നെ സെസേഷൻ ഓഫ് റെസ്പിറേഷൻ, ചെസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ടാവോ? ഇല്ല. സർക്കുലേറ്ററി മോഷൻ ഉണ്ടോ? ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം നമുക്ക്
ഫിസിക്കൽ എക്സാമിനേഷൻ കൂടെ അല്ലെങ്കിൽ ജനറൽ എക്സാമിനേഷൻ കൂടെ നമുക്ക് നേരിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആബ്സല്യൂട്ട് കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇമ്മീഡിയറ്റ് സെൻസ് കൺഫേം ചെയ്യാൻ പറ്റുന്നത് ECG എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എക്കോ എടുത്തിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ബ്രീതിങ് സൗണ്ട്സ് ഉണ്ടോ നമുക്ക് നോക്കാൻ പറ്റും. എക്കോയിൽ നമുക്ക് ഹാർട്ട് സർക്കുലേഷൻ ഉണ്ടോ, ഹാർട്ട് പമ്പിങ് ഉണ്ടോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ECGയിലും ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബ്സല്യൂട്ട് സയൻസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഒന്ന് റൈഗർ മോർട്ടിസ്. റൈഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു ഒരു മനുഷ്യ ശരീരം അതിന്റെ ഡെത്തിന് ശേഷം ആ ബോഡി ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണ് റൈഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ബേസിക്കലി സ്റ്റിഫനിങ് ആണ്. ഭയങ്കര നമുക്ക് അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആദ്യത്തെ ഒരു 2 to 3 hours ബോഡി വളരെ ഫ്ലാസിഡ് ആയിരിക്കും. ആ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ പീരീഡിൽ ആ ബോഡി ഭയങ്കര ഫ്ലാസിഡ് ആയിരിക്കും. അതിനുശേഷമാണ് ബോഡിയിൽ എന്തുണ്ടാകുന്നത്, സ്റ്റിഫനിങ് ഉണ്ടാകുന്നത്. മസിൽ ബേസിക്കലി സ്റ്റിഫൻഡ് ആവും. ഇതിന്റെ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതൊരു മസിൽ കൺട്രാക്ഷൻ ഫിസിയോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്. മസിൽ കൺട്രാക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവാനായിട്ട് ATPയുടെ ആവശ്യമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ATPയുടെ ആവശ്യമില്ല മസിൽ കൺട്രാക്ട് ചെയ്യാൻ. മസിൽ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടത് എന്താ, കാൽഷ്യം ആണ്. ഇൻട്രാ സെല്ലുലർ കാൽഷ്യം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവാൻ പറ്റും. പക്ഷേ ഈ കൺട്രാക്ട് ആയ മസിൽ റിലാക്സ് ആവണമെങ്കിൽ, ഇത് ഇപ്പം മസിലാന്ന് വിചാരിച്ചു, ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതാണ് കാൽഷ്യത്തിന്റെ ജോലി. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്, മസിൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷെ മസിൽ റിലാക്സേഷൻ ഉണ്ടാവണമെങ്കിൽ ATP മോളിക്യൂൾസ് വന്ന് ഈ പറയുന്ന ഇങ്ങനെ കൺട്രാക്ട് ആയിരിക്കുന്ന മസിലിന്റെ മേളിൽ അറ്റാച്ച് ആയിട്ട് ഈ ഒരു കോണ്ടാക്ട് വിടുവിപ്പിക്കണം. ഇങ്ങനെ കോണ്ടാക്ട് വിടുവിപ്പിച്ചതിന് ശേഷം മസിൽ എന്താവത്തുള്ളൂ, റിലാക്സ് ആവത്തുള്ളൂ. അപ്പൊ മസിൽ റിലാക്സേഷൻ എന്താണ് വേണ്ടത്, മസിൽ റിലാക്സേഷന് നമുക്ക് വേണ്ടത് നമ്മുടെ ATP മോളിക്യൂൾസ് ആണ്. പക്ഷേ ഈ ATP മോളിക്യൂൾസ് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ ഒരു ബോഡിയിൽ ATP മോളിക്യൂൾസ് ഉണ്ടാവുമോ, ഉണ്ടാവില്ല. അങ്ങനെയുള്ള ബോഡിയിൽ ATP മോളിക്യൂൾസ് ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് മാത്രമേ ഉള്ളൂ, കാൽഷ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ കാൽഷ്യം മാത്രമുള്ള ഒരു ഡെഡ് ബോഡിയിൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കത്തില്ല, ATP മോളിക്യൂൾസ് ഇല്ലാത്തതുകൊണ്ട് റിലാക്സേഷൻ ഒന്നും ബോഡി മസിൽസ് സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ റൈഗർ മോർട്ടിസ് ഉണ്ടാവുന്നു. ഇത് നമ്മൾക്ക് ഇതിന്റെ വേറൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പറയാം. അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ റൈഗർ മോർട്ടിസിനെ പറ്റി മാത്രം സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി റൈഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ ഇത് കൺട്രാക്ഷൻ, മസിൽ കൺട്രാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ ഡെഡ് ബോഡി. ആൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിയിൽ ഉണ്ടാകുന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു മണിക്കൂറുകളല്ല, ഇറ്റ് ആക്ച്വലി സ്റ്റാർട്ട്സ് ടു സെറ്റ് ഇൻ വിതിൻ 15 to 30 minutes. അതൊരു 6 മണിക്കൂർ കണ്ടിന്യൂസ്ലി കൂടി വരും. 6 മണിക്കൂർ അതങ്ങനെ ഒരേ ലെവലിൽ നിൽക്കും. 6 മണിക്കൂർ കഴിയുമ്പോൾ അത് ഒബ്വിയസ്ലി മസിൽ ഡീഗ്രഡേഷൻ ഉണ്ടാകുമല്ലോ. ഒരു 18 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് മസിൽ സെല്ലുകളുടെ ഡെത്ത് മൂലം, അത് ATP മൂലമല്ല, മസിൽ സെല്ലുകളുടെ ഡെത്ത് മൂലം അത് റിലാക്സേഷൻ ഉണ്ടാവും. ബേസിക്കലി അതാണ് സംഭവം. അതായത് 6 മണിക്കൂർ, അതായത് സ്റ്റാർട്ട്സ് വിത്തിൻ 30 minutes, 6 hours ഇത് പയ്യെ റൈഗർ മോർട്ടിസ് ഇൻക്രീസ് ചെയ്ത് പോകും. 6 മണിക്കൂർ ആ റൈഗർ മോർട്ടിസ് ഉണ്ടായതിന്റെ മാക്സിമം പീക്കിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ 6 മണിക്കൂർ കൊണ്ട് അടുത്ത 6 മണിക്കൂർ കൊണ്ട് മസിൽ സെല്ലുകളുടെ ഡെത്ത് മൂലം റിലാക്സേഷൻ ഉണ്ടാവും. അതാണ് റൈഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് സൈൻ ഓഫ് ഡെത്ത്. ലൈവർ മോർട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡി നമ്മൾ ഇങ്ങനെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കിടത്തുന്നത്, അയാൾ സ്ട്രേറ്റ് കിടത്തും അല്ലേ. സ്ട്രേറ്റ് കിടത്തി കഴിയുമ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലൈവർ മോർട്ടിസ് ആണ്. ബേസിക്കലി ബ്ലഡ് കാപ്പിലറീസ് നിന്ന് ഹീമോസിഡറിൻ എക്സുഡേറ്റ് ചെയ്തിട്ട്, ഹീമോസിഡർ എന്ന് പറഞ്ഞാൽ പിഗ്മെന്റ് ആണ്, ബിലിറൂബിൻ ബിലിവറിഡി എന്നൊക്കെ പറയുന്ന പോലെ ഹീമോസിഡറിൻ ഒരു പിഗ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കാപ്പിലറീസ്, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ്, നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്നൊക്കെ ഈ പറയുന്ന പോലെ ഈ പിഗ്മെന്റ് എക്സുഡേറ്റ് ആവും. പിഗ്മെന്റ് എക്സുഡേറ്റ് ആയതിനു ശേഷം ഈ പിഗ്മെന്റ് പിഗ്മെന്റ് ഒബ്വിയസ്ലി എങ്ങോട്ടായിരിക്കും പോകുന്നത്, അതിന്റെ ഡിപ്പെൻഡന്റ് ഏരിയസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ നേരെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡന്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ബാക്ക് സൈഡ് ആണ്. ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ ആകർഷണമുള്ള ഏരിയ ഇവിടെ ബാക്ക് സൈഡ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ ഒരു ഫ്ലൂയിഡ് എക്സുഡേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഫ്ലൂയിഡുകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ബാക്ക് സൈഡിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ബാക്ക് സൈഡിലോട്ട് പോയി പയ്യെ അവിടെ എന്തുണ്ടാവും, സ്റ്റെയിനിങ് ഉണ്ടാവും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടാറ്റൂയിങ് അല്ലേ. ആ സ്റ്റെയിനിങ് പോകത്തില്ല, ആ സ്റ്റെയിനിങ് അവിടെ തന്നെ കാണും. ദാറ്റ്സ് കോൾഡ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഓഫ് പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി. ഇറ്റ് ഇസ് കോൾഡ് ലൈവർ മോർട്ടിസ്. പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബോഡി ഡീകമ്പോസ് ആവുന്ന പ്രോസസ്സാണ് പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. കൂളിംഗ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ ആൽഗർ മോർട്ടിസ് പറഞ്ഞാൽ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അയാളുടെ ബോഡി തൊട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഒരു ഭയങ്കര കൂളിംഗ് ആണ് തോന്നുന്നത് അല്ലേ. അപ്പൊ ബേസിക്കലി എങ്ങനെയാണ് കൂൾ ചെയ്യുന്നത്, ഓരോ മണിക്കൂറിൽ ഏകദേശം 0.5 to 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂളിംഗ് ഉണ്ടാവുന്നുണ്ട്. അത് എങ്ങനെയാണ് പോകുന്നത്, എത്രത്തോളം കൂളിംഗ് ഉണ്ടാവും എന്നൊക്കെ നമുക്കൊരു ഗ്രാഫ് വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ കഡാവറിക് സ്പാസം. എന്താണ് കഡാവറിക് സ്പാസം? ഇത് ഞാൻ നേരത്തെ റൈഗർ മോർട്ടിസ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അതിന് ബേസ് നമുക്ക് ഇതും എക്സ്പ്ലെയിൻ ചെയ്യാം. കഡാവറിക് സ്പാസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ
റൈഗർ മോർട്ടിസ് സെറ്റിൻ ചെയ്യാൻ ഒരു 30 മിനിറ്റ് ഒരു ഡിലേ ഉണ്ട്. അതുവരെ അയാളുടെ ബോഡി ഫ്ലാസ്ഡ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകും, ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകും, വളരെ ഫ്ലാസ്ഡ് ആയിരിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അയാളുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഫസ്റ്റ് 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് റൈഗർ മോർട്ടിസ് ഉണ്ടാകുന്നത്. പക്ഷേ ചില ആളുകളിൽ, ഫോർ എക്സാമ്പിൾ ഡ്രൗണിങ് കേസുകളിലൊക്കെ അയാളെ ആ ഡെഡ് ബോഡി നമ്മൾ കരക്കെടുത്ത് കഴിയുമ്പോൾ ഈ ഡ്രൗണിങ് കേസുകളുടെ ഒരു ക്ലാസിക്കൽ ഫൈൻഡിങ് എന്ന് പറയുന്നത് ക്ലച്ചിങ് ഓഫ് സംതിങ് ആയിരിക്കും. അതായത് ഇപ്പം മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ മരണവെപ്രാളത്തില് സൈഡിലുള്ള പോച്ചയിലും പുല്ലും ഒക്കെ കയറി പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾ പിടിവിടത്തില്ല. ഈ അത്ര ശക്തിയോടെ പിടിവിടാതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കയ്യിൽ, മനസ്സിലായോ? അങ്ങനെ പിടിവിടാതെ പിടിക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് അയാൾ മരണം അടയുന്നത്. അപ്പൊ ദിസ് ഇസ് ഓൾറെഡി ഇൻ ഹിസ് ഹാൻഡ്, അയാൾ മുറുക്കെ പിടിച്ചിരിക്കുക. ഇതിന്റെ ഒരു ഫിസിയോളജി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ മുറുക്കെ പിടിക്കുന്ന ടൈമില് ആ മരണ വെപ്രാളത്തിൽ നമ്മൾ ഈ ഒരു ഭാഗത്തെ ATP മൊത്തം, ഈ ഒരു ഭാഗത്തെ മസിൽസിന്റെ ATP മൊത്തം നമ്മൾ എന്ത് ചെയ്യും? ഡിപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ, അതായത് മരണം അടയുന്ന ടൈം പീരീഡിൽ തന്നെ അയാൾക്ക് കയ്യിൽ ഒട്ടും ATP ഇല്ല. പക്ഷെ മറ്റേ നോർമൽ ഡെത്തിന്റെ കേസിൽ അങ്ങനല്ല. അയാൾ മരണം അടയുമ്പോൾ കുറച്ച് ATP ബാക്കിയുണ്ട്. ആ ATP തീരുന്നിടം വരെ ആ ഒരു 15 to 30 മിനിറ്റ്സ്, ഫസ്റ്റ് 15 to 30 മിനിറ്റ്സ് എടുക്കും ആ ATP മൊത്തം ഡിപ്ലീറ്റ് ആവാൻ. അത് നോർമലി ഡെഡ് ആയിട്ട് ഒരാളാണ്, നോർമലി നാച്ചുറൽ ഡെത്ത് ഉള്ള ഒരാൾക്ക്. അപ്പോൾ ആ ATP ഡിപ്ലീറ്റ് ആവുന്ന വരെ ഫസ്റ്റ് 15 to 30 മിനിറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, യാതൊരു വിധത്തിലുള്ള കൺട്രാക്ഷൻ കാണത്തില്ല. ആ 30 മിനിറ്റ്സിന് ശേഷമായിരിക്കും എന്തുണ്ടാകുന്ന കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. ആ കൺട്രാക്ഷൻ ഉണ്ടായി കഴിയുമ്പോഴാണ് അത് പിന്നെ റിലാക്സ് ആവാൻ പറ്റാത്ത കൺട്രാക്ഷനിലേക്ക് പോകുന്നത്. അത് 6 hours കൊണ്ട് കൂടും, 6 hours അതുപോലെ നിൽക്കും. ഇപ്പോൾ 12 hours ഈ കൺട്രാക്ഷൻ നിൽക്കും. പിന്നെ 12 hours കഴിയുമ്പോൾ മസിൽ സെല്ലുകളുടെ ഡെത്ത് മൂലമാണ് റിലാക്സേഷൻ ഉണ്ടാകുന്നത്, അത് ATP വരുന്നുണ്ടല്ല. കടാവറി സ്പാസത്തിൽ ആദ്യമേ ATP ഇല്ല. ആദ്യമേ ATP ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ പിടിച്ച പിടി അയാൾ വിടത്തില്ല അവിടെ, കാരണം ATP ഇല്ല. ആദ്യം റിലാക്സ് ചെയ്യാനും ATP ഇല്ല, പിന്നെ കൺട്രാക്ട് ചെയ്യുന്നത് നമ്മൾ അറിയത്തുമില്ല, കാരണം ATP ആദ്യമേ ഉണ്ടായിരുന്നില്ല. ATP ഡിപ്ലീറ്റ് ആയതുകൊണ്ട് ആ ഭാഗം എപ്പോഴും ഇങ്ങനെ കൺട്രാക്ട് ആയിട്ടിരിക്കും. കാരണം ATP ഈസ് റിക്വയർഡ് ഫോർ വാട്ട്? റിലാക്സേഷൻ ഓഫ് മസിൽസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-12 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുത്തെ മസിലുകൾ ഡീഗ്രേഡ് ആയി തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റിലാക്സേഷൻ ഉണ്ടാവുന്നു, ആ പിടി അയാൾ പയ്യെ വിടുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ദീസ് ആർ ദ ആബ്സല്യൂട്ട് സയൻസ് ഓഫ് ഡെത്ത്. നമ്മൾ ഈ ഇമ്മീഡിയറ്റ് സയൻസിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ആബ്സല്യൂട്ട് സയൻസ് ഓഫ് ഡെത്തുകളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. റൈഗർ മോർട്ടിസ് എന്താണെന്ന് ഓർത്ത് വെക്കുക, ലൈവർ മോർട്ടിസ് എന്താണെന്ന് ഓർത്ത് വെക്കുക, പുട്രിഫാക്ഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക, കൂളിംഗ് ഓഫ് ബോഡി ആൽഗർ മോർട്ടിസ് ആണെന്ന് മനസ്സിലാക്കുക, ആൻഡ് കഡാവറിസ് സ്പാസം എന്താണെന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഞാൻ ജസ്റ്റ് ലൈവർ മോർട്ടിസിന്റെ ഒരു ഫിഗറോടെ നിങ്ങളെ കാണിക്കുക. ഞാൻ അത് ഇട്ടിട്ടില്ല ഇതിനകത്ത്. ദിസ് ഇസ് ലൈവർ മോർട്ടിസ്, കണ്ടോ? ഇയാള് ഈ കിടക്കുന്ന പൊസിഷൻ വെച്ചിട്ടാണ് ലൈവർ മോർട്ടിസ് പറയുന്നത്. ഇത് ഈ ഒരു പേഷ്യന്റിനെ കണ്ടോ? ഈ ഒരു പേഷ്യന്റ് ലൈവർ മോർട്ടിസ് എവിടാ? ഈ ഒരു പേഷ്യന്റ് ലൈവർ മോർട്ടിസ് ഫ്രണ്ടിലാണ്. അതെങ്ങനെയാ ഫ്രണ്ടിൽ വരുന്നത്? ഡ്രൗണിങ് കേസുകളിലൊക്കെ അയാൾ എപ്പോഴും കിടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അയാൾ ഈ ശവം ചത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി കിടക്കത്തില്ലേ വെള്ളത്തിന് മുകളിൽ? അങ്ങനെ പൊങ്ങി ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അത് താഴോട്ട് ഇങ്ങനെ ആയിരിക്കും അയാൾ ഈ വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ അയാൾ ഒരുപാട് നേരം അങ്ങനെ കിടന്നു കഴിയുമ്പോൾ അയാളുടെ ഡിപ്പെൻഡിങ് പൊസിഷൻ എവിടെ ആവും? ഇവിടെ ആവും, ഈ ഫ്രണ്ട് ആവും. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ എന്ത് സംഭവിക്കുന്നത്? ഫ്രണ്ടിൽ ഈ പറയുന്ന സ്റ്റെയിനിങ് ഉണ്ടാവുന്നത്, മനസ്സിലായോ? അതുപോലെ തന്നെ തിരിഞ്ഞു കിടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ തിരിഞ്ഞു കിടക്കുമ്പോൾ ഇവിടാണ് ഡിപ്പെൻഡന്റ് പൊസിഷൻ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ്, ഈ ഒരു ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഗ്രാഫായിട്ട് ചോദിക്കുക എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. പക്ഷേ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ആൽഗർ മോർട്ടിസിനെ പറ്റി പറയാം. അതായത് ആൽഗർ മോർട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കൂളിംഗ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഒരു മനുഷ്യ ശരീരം അതിന്റെ മരണം അടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂളിംഗ് ഉണ്ടാവും. അതൊരു ആദ്യത്തെ 15 മിനിറ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 0.7 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ എന്നുള്ള റേറ്റിലാണ്. അത് 1 മണിക്കൂർ 0.7 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ എന്നുള്ള രീതിയിലാണ് അത് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത്. സ്കോൾഡ് പോസ്റ്റ്മോർട്ടം കൂളിംഗ്. ഇതാണ് ഈ റെഡ് ആണ് ഈ ആൽഗർ മോർട്ടിസിന്റെ ഗ്രാഫ്. അതിന്റെ പോക്ക് കണ്ടോ? ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. ഒരു സിഗ്മോയിഡ് കർവ് എന്നാണ് ഈ കർവിന് പറയുന്നത്. സിഗ്മോയിഡ്, എസ് ഷേപ്ഡ് കർവ്, ഓൾസോ കോൾഡ് സിഗ്മോയിഡ് കർവ്. ആൽഗർ മോർട്ടിസിന്റെ ഗ്രാഫ് സിഗ്മോയിഡ് കർവ് ആണ്. ഓൺസെറ്റ് 15 മിനിറ്റ്സ്, റേറ്റ് 0.7 ഡിഗ്രി സെൽഷ്യസ്. റൈഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു 30 മിനിറ്റ്സ് ഒക്കെ കഴിയുന്ന ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പയ്യെ ഇറ്റ് ടേക്സ് 6 hours. സ്റ്റാർട്ട് ചെയ്ത് 6 hours എടുക്കുക സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്താൻ. പിന്നെ 6 hours അതിങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ 6 hours കൊണ്ട് അത് താഴെയും വരും, മനസ്സിലായോ? ഓൺസെറ്റ് 30 മിനിറ്റ്സ് എന്നാണ് പറയാം, അല്ലെങ്കിൽ അത് പല ബുക്കുകളിൽ പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ചില ബുക്കുകൾ 1 hour കൊടുത്തിട്ടുണ്ട്. ജനറലി യു ക്യാൻ റിമെമ്പർ 30 മിനിറ്റ്സ് ടു 1 hour. 1 hour ഓപ്ഷൻ ഉണ്ടെങ്കിൽ 1 hour എന്ന് എഴുതിയാൽ മതി. പിന്നെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 12-18 മണിക്കൂർ കഴിയുമ്പോൾ മസിലൊക്കെ ഡീഗ്രേഡ് ആയി തുടങ്ങുന്നത്. അപ്പൊ ആ ടൈമിലാണ് എന്ത് സംഭവിക്കുന്നത്? ബോഡി മൊത്തത്തിൽ ഡീകമ്പോസ് ആയി തുടങ്ങുന്നത്. അപ്പോൾ ഒരു 18 മണിക്കൂറൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഡീകമ്പോസിഷൻ ഫുള്ളി സ്റ്റാർട്ട് ആവാൻ. അത് കൂടി പയ്യെ എന്താവുന്നു? ഫുൾ ഫ്ലെക്സ്ഡ് ഡീകമ്പോസിഷൻ ആവുന്നു, പുട്രിഫാക്ഷൻ ഉണ്ടാവുന്നു. പിന്നെ പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി ഓർ ലൈവർ മോർട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന് പറയുന്ന പേരാണ് ലൈവർ മോർട്ടിസ് എന്ന് പറയുന്നത്.
ഇത് സ്റ്റാർട്ട്സ് ഒരു 30 മിനിറ്റ്സിനുള്ളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടായി ഇത് ഒരു ഇങ്ങനെ കുറച്ച് നേരം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകത്തേ ഉള്ളൂ. അല്ലാതെ യൂഷ്വലി അത് തീരുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല. കാരണം പോസ്റ്റ്മോർട്ടം ലൈവിഡിറ്റി എന്ന് പറഞ്ഞാൽ അത് അവിടെ സ്റ്റെയിനിങ് ആണ്, പെർമനന്റ് സ്റ്റെയിനിങ് ആണ്. ഒരു 30 മിനിറ്റ്സിൽ തുടങ്ങി അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതാണ് പോസ്റ്റ്മോർട്ടം ലൈവിഡിറ്റിയോ ലൈവ മോർട്ടിസ്. ഒരു ഗ്രാഫ് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതിന്റെ കാര്യങ്ങൾ, ഫാക്ട്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആൽഗർ മോർട്ടിസ് ഇറ്റ്സ് എ കൂളിംഗ് ഓഫ് ബോഡി. 0.7 ആണ്. അത് ഈ ഫോറൻസിക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ ബുക്കിലും ഓരോ ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ചില ബുക്കിൽ 0.7 ഉണ്ട്. ഈ നീറ്റ് പി ജിക്കൊക്കെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുമ്പോൾ അവർ 0.7 എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. യു നീഡ് ടു റിമെമ്പർ ദാറ്റ് ഉള്ളി. അത് മാത്രം, അങ്ങനെ മാത്രം പഠിച്ചാൽ മതി. 1.5 to 2 എന്ന് പഠിപ്പിച്ചാലും കുഴപ്പമില്ല. 0.7 ഫോർ ദ ഫസ്റ്റ് 6 hours ആൻഡ് ദെൻ സ്ലോവർ. ആദ്യത്തെ 6 മണിക്കൂറേ ഉള്ളൂ, പിന്നെ അത് പയ്യെ പയ്യെ കുറഞ്ഞു വരും. ലൈവ മോർട്ടിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഇസ് ഹൈപ്പോസ്റ്റാസിസ് ഓഫ് ദ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്. അത് 1/2 hour to 2 hours തുടങ്ങും. 1/2 hour തുടങ്ങുന്ന ആലോചിച്ചാൽ മതി. ആഫ്റ്റർ ഡെത്ത് ആൻഡ് ഫിക്സ്ഡ് ബൈ 6 to 8 hours. 6 to 8 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഫിക്സ്ഡ് ആവും, പിന്നെ അത് കുറയില്ല. ഈ ഒരു കളർ, അതായത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് നമുക്ക് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അഥവാ ഈ ഹൈപ്പോസ്റ്റാസിസിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇഫ് ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ഡ്യൂ ടു സം സോർട്ട് ഓഫ് പോയിസണിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു അസംഷനിൽ എത്താൻ പറ്റും. ഇസ് ദ കളർ ഓഫ് ദ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്, അല്ലെങ്കിൽ ആ ലിവിഡിറ്റിയുടെ കളർ എന്ന് പറയുന്നത് ഒരു ചെറി റെഡ് ആണെന്ന് വിചാരിക്കാം. ചെറി റെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറി ആ പഴമില്ല, ചെറിപ്പഴത്തിന്റെ ആ റെഡ് കളറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദ പേഷ്യന്റ് വാസ് പ്രോബ്ലി ഡൈഡ് ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. കാർബൺ മോണോക്സൈഡ് പോയിസണിങ് മൂലമാണ് പേഷ്യന്റ് മരിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ സയനൈഡ് പോയിസണിങ് ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ല, ഒരു ബ്രിക്ക് റെഡ്. അതായത് സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഗോൾഡ് സ്മിത്തുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോയിസൺ ആണ് സയനൈഡ് എന്ന് പറയുന്നത്. സയനൈഡ് നമ്മൾക്ക് 0.1 മില്ലിഗ്രാം പോലും നമ്മുടെ വായിൽ, നമ്മുടെ മ്യൂക്കോസിൽ തൊട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഡെത്ത് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെത്ത് മൂലം ഉണ്ടാകുന്ന, കാരണം സയനൈഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനുകളുണ്ട് നമ്മുടെ റെസ്പിറേഷന്റെ ഭാഗമായിട്ട്. ബയോകെമിസ്ട്രി പഠിക്കുന്നതാണ്, ഓർമ്മ കാണാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പറയുന്ന സാധനമുണ്ട് നമ്മുടെ ബോഡിയിലെ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിസം ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ കോംപ്ലക്സ് 4 ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പോയിസൺ ആണ് സയനൈഡ്. കോംപ്ലക്സ് 4 ഇൻഹിബിറ്റ് ചെയ്യുന്ന പോയിസൺ ആണ് സയനൈഡ്. കാണാൻ പഠിച്ചാൽ മതി, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ സയനൈഡ് പോയിസണിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ലിവിഡിറ്റി ഏത് കളറിലായിരിക്കും? ബ്രിക്ക് റെഡ് കളറിലായിരിക്കും. ഇനി അതേസമയം ഫോസ്ഫറസ് പോയിസണിങ്ങോ ബാർബിച്ചുറേറ്റ് പോയിസണിങ്ങോ ആയിക്കോട്ടെ, ബാർബിച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഫിനോബാർബിറ്റോൺ പോലത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഫിനോബാർബിറ്റോണോ ബാർബിച്ചുറേറ്റ് പോയിസണിങ്ങോ ഫോസ്ഫറസ് പോയിസണിങ്ങോ ഒക്കെ ആയിക്കോട്ടെ, അതിൽ എന്ത് കളറായിരിക്കും നമ്മുടെ ലിവിഡിറ്റി, അല്ലെ പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി എന്ത് കളറിലായിരിക്കും? ദാറ്റ്സ് കോൾഡ് ഡാർക്ക് ബ്രൗൺ കളർ. തേർഡ്, റൈഗർ മോർട്ടിസ് പറഞ്ഞാൽ ഒരു 1 to 2 hours ആഫ്റ്റർ ഡെത്ത്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു 1 to 2 hours ആഫ്റ്റർ ഡെത്ത് ഒന്നും ഇല്ല, ഇതും ഒരു ഡിസ്ഇൻഫർമേഷൻ ആണ്. 1 to 2 വേണ്ട, ജസ്റ്റ് 1 hour അല്ലെങ്കിൽ 30 minutes to 1 hour ആഫ്റ്റർ ഡെത്ത്. അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺസെറ്റ് ഇസ് 30 minutes to 1 hour ആഫ്റ്റർ ഡെത്ത്. അങ്ങനെ പറഞ്ഞാൽ പഠിച്ചാൽ മതി. ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ ഐലിഡ്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ റൈഗർ മോർട്ടിസ് എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് തീരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഇസ് ഗിവൺ ബൈ എ പേഴ്സൺ ഹൂസ് കോൾഡ് നിസ്റ്റൻ. അതുകൊണ്ട് തന്നെ ആ ലോയുടെ പേര് നിസ്റ്റൻസ് ലോ എന്നാണ്. ബേസിക്കലി ഇത്രേ പറയുന്നുള്ളൂ. അത് തുടങ്ങുന്നത് തല തൊട്ട് താഴോട്ടാണ്. അതായത് ഇത് റാൻഡം ലൊക്കേഷനിൽ നല്ല റൈഗർ മോർട്ടിസ് തുടങ്ങുന്നത്. ആദ്യം ഐലിഡ്, പിന്നെ ജോ, പിന്നെ ഫേസ്, അല്ല ഐലിഡ്, പിന്നെ ജോ, ഫേസ്, നെക്ക്, പിന്നെ പയ്യെ ട്രങ്ക്, നമ്മുടെ ലിംസ്, അങ്ങനെ. അതായത് ആദ്യം ഐലിഡ്, പിന്നെ ഫേസ്, പിന്നെ നെക്ക്, പിന്നെ നമ്മുടെ ട്രങ്ക്, പിന്നെ നമ്മുടെ ലിംബ്. അങ്ങനെയാണ് പോകുന്നത്. അത് മേളിയും താഴേക്കാണ് പോകുന്നത്. അതൊരു ഓർഡറിലാണ് ഡിസ്റ്റൻസ് ലോ. അതുപോലെ തന്നെ റിലാക്സേഷൻ സമയത്തും എന്താ സംഭവിക്കുന്നത്? റിലാക്സേഷൻ സമയത്തും ഈ ഒരു ഓർഡറിലാണ് തിരിച്ച് റിലാക്സ് ആവുന്നത്. അത്ര ആലോചിച്ചാൽ മതി. ഡിസ്റ്റൻസ് ലോ എന്താന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഡ്യൂറേഷൻ മൊത്തത്തിൽ ഒരു 12 to 24 hours ഉണ്ടാവും. പിന്നെ ഫാസ്റ്റ് ഓൺസെറ്റ് ഇൻ ഇൻഫൻസ്, അത് ഇമ്പോർട്ടൻ്റ്. അതായത് ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഇതിന് പെട്ടെന്ന് ഓൺസെറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികളിൽ ഇൻഫൻസിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് അവർക്ക് ATP വളരെ കുറവാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ATP കുറവാകുമ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും? പെട്ടെന്ന് റൈഗർ മോർട്ടിസ് ഉണ്ടാവും. പിന്നെ വയലന്റ് ഡെത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ മുങ്ങി മരണം, പിന്നെ അതുപോലെ ഇലക്ട്രിക് ഷോക്ക്, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും? ATP അവിടെ തന്നെ ഡിപ്ലീറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വാം ക്ലൈമറ്റിലും ATP പെട്ടെന്ന് ഡിപ്ലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 കണ്ടീഷനുകളിൽ ഫാസ്റ്റ് ഓൺസെറ്റ് ആണ് ഉണ്ടാവുന്നത്. ഇൻഫൻസില്, വയലന്റ് ഡെത്തില്, വാം ക്ലൈമറ്റില്. ലേറ്റ് റൈഗർ മോർട്ടിസ് എവിടെ കാണുന്നത്? ഇറ്റ് ഇസ് ഇൻ ആസ്ഫിക്സിയ, ഇറ്റ് ഇസ് ഇൻ ഹെമറേജ്, ഇറ്റ്സ് ഇൻ ന്യൂമോണിയ. അത് കാണാൻ പഠിക്കണം, അത് മനസ്സിലാക്കാനൊന്നുമില്ല. ഇറ്റ് ഇസ് ഇൻ ആസ്ഫിക്സിയ, ശ്വാസം മുട്ടിയുള്ള മരണത്തില്, പിന്നെ ഹെമറേജ്, ബ്ലീഡിങ്ങില്, പിന്നെ അതുപോലെ ന്യൂമോണിയ ഇൻഫെക്ഷനിലും, ഈ 3 കാര്യങ്ങളിലും നമുക്ക് ലേറ്റ് റൈഗർ മോർട്ടിസ് പയ്യെ ആയിരിക്കും സെറ്റിംഗ് ചെയ്യുന്നത്. കഡാവറിക് സ്പാസം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇറ്റ്സ് ഇൻസ്റ്റന്റീനിയസ് സ്റ്റിഫനിങ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. ഇൻ വയലന്റ് ഡെത്ത്സ്, ഡ്രൗണിംഗ് വിക്ടിംസ്.
നെക്സ്റ്റ് നമ്മൾ പോസ്റ്റ്മോർട്ടം കാലറിസിറ്റിയെ പറ്റിയാ പഠിക്കാൻ പോകുന്നത്. പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി എന്താ? പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം ഒരു മരണശേഷം നമ്മുടെ ബോഡി കൂളിംഗ് ഫേസിലേക്കാണ് പോകുന്നത്. അതായത് ബോഡി 0.7 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ എന്നുള്ള റേറ്റിൽ കൂൾ ചെയ്ത് വരും. പക്ഷേ ചില കേസുകളിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ചില കേസുകളിൽ ബോഡിയുടെ പോസ്റ്റ്മോർട്ടം ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് പോസ്റ്റ് ഡെത്ത്, അയാൾ മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള അയാളുടെ ബോഡി ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര കൂടുതലായിരിക്കും. അത് ഏതൊക്കെ കണ്ടീഷനിൽ, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അതിലൊന്നാണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂര്യാഘാതം. കോൺടൈൻ ടെമ്പറേച്ചർ പറഞ്ഞാൽ നമ്മുടെ തലയ്ക്കകത്ത് മിഡ് ബ്രെയിൻ പോൺസ് മിഡിലാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ പോൺസിലേക്ക് ഹെമറേജ് ഉണ്ടാവുകയാണെങ്കിൽ, പോൺസിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പോൺടൈൻ ഏരിയയിലേക്ക് ഹെമറേജ് ഉണ്ടാവുകയാണെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേഷൻ ഏരിയ മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാവും. അതുകൊണ്ട് സ്വെറ്റിംഗ് ഉണ്ടാവത്തില്ല. സ്വെറ്റിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മരണശേഷം എന്തുണ്ടാകുന്നില്ല, മരണശേഷം സെറ്റിംഗ് ഉണ്ടാകുന്നില്ല, നേരത്തെ മരണത്തിന് മുന്നേ സെറ്റിംഗ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മരണശേഷം ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ട് തന്നെ നിൽക്കും. സെപ്സിസ്, ബോഡി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ട് നിൽക്കും. ടെറ്റനസ് സ്ട്രിച്ചിന്, അതായത് ടെറ്റനസ് ഇൻഫെക്ഷൻ അറിയാലോ, ബോഡി ഭയങ്കരമായ രീതിയിൽ വയലൻസ് സ്പാസ്റ്റിക് കൺട്രാക്ഷനിലേക്ക് പോകുന്ന സാധനമാണ് ടെറ്റനസ്. അതേ സാധനം ഒരു പോയിസണിങ് വഴി സംഭവിക്കുകയാണ് ഇറ്റ്സ് കോൾഡ് സ്ട്രിച്ചിൻ. സ്ട്രിച്ചിൻ എന്ന് പറയുന്ന ഒരു പോയിസൺ ആണ്, ഒരു പ്ലാന്റ് പോയിസൺ ആണ് സ്ട്രിച്ചിൻ എന്ന് പറയുന്നത്. ആ സ്ട്രിച്ചിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ടെറ്റനസിന്റെ അതേ ഫീച്ചേഴ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ടെറ്റനസ് സ്ട്രിച്ചിനും രണ്ടും പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു കണ്ടീഷനുകളെല്ലാം എന്താ സംഭവിക്കുന്നത്, പോസ്റ്റ്മോർട്ടം ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഇൻ കോളറ ഇൻഫെക്ഷനിലും പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി കൂടുതൽ ഉണ്ടായിരിക്കും. ബട്ട് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യത ഏതിലൊക്കെ കാണും എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏതിലില്ല എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് ഷോ പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ഓപ്ഷൻ ഹീറ്റ് സ്ട്രോക്ക് ആയിരിക്കും, 2 പോണ്ടൈൻ ഹെമറേജ് ആയിരിക്കും, 3 സെപ്സിസ് ആയിരിക്കും, 4ാമത്തെ ഓപ്ഷൻ ബേൺസ് ആയിരിക്കും. ബേൺസിൽ പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി വരും. ഓൾവേസ് റിമെമ്പർ, നമ്മളത് മാർക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ശരി ആ ബേൺസ് അല്ലേ, ഇപ്പൊ ചൂടടിച്ചിട്ടായിരിക്കുമല്ലോ പേഷ്യന്റ് ചത്തത്, പേഷ്യന്റ് മരിച്ചു പോയത്, അതുകൊണ്ട് തന്നെ പേഷ്യന്റ് പോസ്റ്റ്മോർട്ടം ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട. പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി ഇറ്റ് ഇസ് നോട്ട് സീൻ ഇൻ ബേൺസ്. നീറ്റ് പി ജിയുടെ വളരെ ഫേവറേറ്റ് ക്വസ്റ്റൻ ആണ്. പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി ഇസ് നോട്ട് സീൻ ഇൻ ബേൺസ്. ഐ ചേഞ്ചസ് എന്തൊക്കെ കണ്ടത് നമ്മളിപ്പം പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് എടുത്തു കഴിഞ്ഞാൽ, പോസ്റ്റ്മോർട്ടം കാലറിസിറ്റി അല്ല, ഇത് വേറൊരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇതിന്റെ കൂടെ ഇട്ടേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഐ ചേഞ്ചസ് എന്തൊക്കെയാണ്, ആഫ്റ്റർ ഡെത്ത് പേഷ്യന്റ് കണ്ണിലുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വിത്തിൻ മിനിറ്റ്സ്, അതായത് ആള് മരിച്ച് വിത്തിൻ 1 or 2 minutes കെർവോക്കിയൻ സൈൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. കെർവോക്കിയൻ സൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കാണുന്ന ഈ ലൈൻ പോലത്തെ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനൽ ആർട്ടറികളാണ്. ഈ ആർട്ടറികൾക്കെല്ലാം ഈ ആർട്ടറികളിൽ കൂടെ ബ്ലഡ് പോകാതാവും, ബ്ലഡ് ഫ്ലോ നിൽക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ബ്ലഡുകൾ ഇങ്ങനെ ക്ലോട്ട് കണക്കിന് ഇങ്ങനെ ഡോട്ട് പോലെ കിടക്കും. ദാറ്റ് ഇസ് കോൾഡ് കെർവോക്കിയൻ സൈൻ ആൻഡ് ഹാപ്പൻസ് വിത്തിൻ മിനിറ്റ്സ് ഓഫ് ദ പേഴ്സൺ ഡൈ. പിന്നെ ഒരു 3 to 6 മണിക്കൂർ കഴിഞ്ഞ ശേഷം, അതായത് ഒരു 6 മണിക്കൂർ 3 to 6 hours ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ടാക്കിനോയർ എന്ന് പറയുന്നത്. ടാക്കിനോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണിൽ ബ്ലഡ് കെട്ടി നിൽക്കുമല്ലോ, ബേസിക്കലി ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുകയാണ്. അപ്പൊ കണ്ണിലുള്ള ബ്ലഡ് അതിങ്ങനെ എക്സ്ഡേറ്റ് ചെയ്തിട്ട് അതിന്റെ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നതാണ് ഇതിന്റെ നമ്മുടെ സ്ക്ലീറൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഏരിയ ആണ്. ഈ സ്ക്ലീറൽ ഏരിയയിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ആണ് ദാറ്റ്സ് കോൾഡ് ടാക്കിനോയർ. ടാക്കിനോർ എന്ന് പറയുന്ന പേരെന്താണ്? വാട്ട് ഇസ് ടാക്കിനോർ? ഇറ്റ് ഹാപ്പൻസ് വിത്തിൻ 3 to 6 hours ആൻഡ് ഇറ്റ് ഇസ് ദ പിഗ്മെന്റേഷൻ ഓഫ് ദ സ്ക്ലീറ ദാറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ ദ ഡെത്ത്. 6 hours കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പയ്യെ എന്ത് സംഭവിക്കും, ഈ കോർണിയ, ഈ ബ്ലാക്ക് ഷെയ്ഡാണ് കോർണിയ, അത് മിൽക്കി കളറിലാവും. കോർണിയൽ ഒപ്പാസിഫിക്കേഷൻ ആണ് അതിന് പറയുന്നത്. ദിസ് കോർണിയൽ ഒപ്പാസിഫിക്കേഷൻ ഇസ് ഓൾസോ സീൻ ഇൻ അനദർ കണ്ടീഷൻ, കോബ്ര ബൈറ്റ്. സ്നേക്ക് ബൈറ്റിൽ അഥവാ കോബ്ര ബൈറ്റിലും കോർണിയൽ ഒപ്പാസിഫിക്കേഷൻ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഓൾസോ കണ്ണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ടൈം സിൻസ് ഡെത്ത്. എന്തെടുത്തു കഴിഞ്ഞാലാണ് നമുക്ക്, അല്ലെ ഏത് ചെക്ക് ചെയ്താലാണ് നമുക്ക്, കണ്ണിലെ ഏത് ചെക്ക് ചെയ്താലാണ് നമുക്ക് എത്ര നേരമായി പേഷ്യന്റ് മരണം അടഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്? ദാറ്റ് ഇസ് പൊട്ടാസ്യം ലെവൽ ഇൻ വിട്രിയസ്. നമുക്കറിയാം, നമുക്ക് 2 ചേംബർ ഉണ്ട് കണ്ണിനകത്ത് തന്നെ, അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ ബാക്കിലാണ്, അക്വസ് ഹ്യൂമർ ഫ്രണ്ടിലാണ്. അപ്പൊ വിട്രിയസ് ഹ്യൂമർ എടുത്തു കഴിഞ്ഞാൽ വിട്രിയസ് ഹ്യൂമറിലെ ഫ്ലൂയിഡ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം എത്ര ലെവൽ ഉണ്ടെന്ന് നോക്കാം. ആ ലെവൽ അനുസരിച്ച് ചില ഒരു കമ്പാരിസൺ ചാർട്ടുകളുണ്ട്. എത്ര ലെവലാണോ അത്രയും ടൈം ആയിരിക്കും പേഷ്യന്റ് ഡെത്ത് ആയിട്ടുള്ള എന്ന് പറയുന്ന ചില ചാർട്ടുകളുണ്ട്. അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതെന്താണ് സംഭവം? ഇതെന്ന് പറഞ്ഞാൽ മാർബിളിംഗ് ആണ്. മാർബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നമ്മുടെ ബ്ലഡിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? ബ്ലഡിൽ കൂടെ ഓക്സിജൻ പോകുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടും ഉണ്ട്. മരണശേഷം ഈ പറയുന്ന
ടോക്സിക് ഗ്യാസസും കാര്യങ്ങളും കാർബൺ മോണോക്സൈഡും ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് സൾഫ്മെത്ത് ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യും ഈ പറയുന്ന ഗ്യാസസ് ഒക്കെ. അങ്ങനെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് സൾഫ്മെത്ത് ഹീമോഗ്ലോബിൻ. ഈ സൾഫ്മെത്ത് ഹീമോഗ്ലോബിൻ ആണ് ഇങ്ങനെ ഒരു പ്രത്യേക കളർ നമ്മുടെ ബേസിക്കലി വെസലുകളുടെ കളറിംഗ് ആണ് ഈ മാർബിളിംഗ് എന്ന് പറയുന്നത്. 36 to 48 മണിക്കൂർ, ഓൾമോസ്റ്റ് 2 days ആഫ്റ്റർ ഡെത്ത് ആണ് ഇത് കാണത്തുള്ളൂ. And it's because of the presence of a pigment that is called sulf-meth hemoglobin. അത് അങ്ങനെ തന്നെ യൂസിലുണ്ട്, which is the pigment, which is the compound that is responsible for marbling. That's sulf-meth hemoglobin. പിന്നെ ടൈപ്പ് ലൈനും ചോദിച്ചിട്ടുണ്ട്, 36 to 48 hours എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മള് ഈ ആഫ്റ്റർ ഡെത്ത് ഉണ്ടാവാവുന്ന ചില ബോഡി ചേഞ്ചസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് കോൾഡ് പുട്രിഫാക്ഷൻ. പുട്രിഫാക്ഷൻ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ ഈ പറയുന്ന പോലെ ഡെയിലി ബേസിസിൽ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ബോഡീസ് മെഡിക്കൽ കോളേജിൽ എന്തിനു കൊണ്ടുവരും? ഓട്ടോപ്സിക്ക് കൊണ്ടുവരും. അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട്. വൺസ് യു സ്മെൽ ദാറ്റ്, വൺസ് യു ഗെറ്റ് ദാറ്റ് സ്മെൽ നെവർ ഗോസ് അവേ ഫ്രം യുവർ നോസ്. അങ്ങനെ അത് പറയുന്നത്. അതുപോലെ ഒരു പഞ്ചൻ സ്മെല്ലാണ് പുട്രിഫാക്ഷൻ സ്മെൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫൗൾ സ്മെൽ ആൻഡ് ദർ ഇസ് നോ ഓർഗൻ പ്രിസർവേഷൻ. ഒബ്വിയസ്ലി നമ്മൾ ഈ പുട്രിഫൈഡ് ആയിട്ടുള്ള ബോഡിയുടെ തലയോട്ടിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ ബ്രെയിനൊക്കെ നല്ല പായസം പോലെ ഇരിക്കും. മനസ്സിലായി? അതുകൊണ്ട് ബേസിക്കലി നോ ഓർഗൻ പ്രിസർവേഷൻ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പുട്രിഫാക്ഷൻ ഫൗൾ സ്മെല്ലിംഗ് ആൻഡ് ദർ ഇസ് നോ ഓർഗൻ പ്രിസർവേഷൻ. പുട്രിഫാക്ഷൻ ഡിലേ. പുട്രിഫാക്ഷൻ എപ്പോഴാണ് ഡിലേഡ് ആവുന്നത്? അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ചില കണ്ടീഷനുകളിൽ നമ്മളെ ബോഡിയിൽ പുട്രിഫാക്ഷൻ ഡിലേ ഉണ്ടാവും. അതായത് ഒന്ന് സ്ട്രിച്ചിനിങ് കഴിച്ചു കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞു സ്ട്രിച്ചിനിങ് എന്ന് പറയുന്നത് ടെറ്റനസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പോയിസൺ ആണ്. അതിന്റെ കഴിച്ചു കഴിഞ്ഞാൽ ടെറ്റനസ് ഉള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന സ്പാസ്റ്റിക് കൺട്രാക്ഷനുകളൊക്കെ ആ പറയുന്ന പേഷ്യന്റും ഉണ്ടാവും. ദാറ്റ്സ് സ്ട്രിച്ചിനിങ് പോയിസണിങ്. അപ്പൊ പുട്രിഫാക്ഷൻ ഡിലേ ഉണ്ടാകുന്ന എപ്പോഴാണ്? സ്ട്രിച്ചിനിങ് പോയിസണിങ്ങിൽ പുട്രിഫാക്ഷൻ ഡിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക് പോയിസൺ കഴിച്ചിട്ട് ആൾ മരിച്ചു പോയെങ്കിൽ അതിലും പുട്രിഫാക്ഷൻ ഡിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കാർബോളിക് ആസിഡ് ഈ പറയുന്ന അങ്ങനെ ഫിനോളാണ് ഈ കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ കാർബോളിക് ആസിഡിന്റെ ഈ ഇഞ്ചക്ഷൻ മൂലമാണ് പേഷ്യന്റ് മരിച്ചു പോയതെങ്കിൽ അവിടെയും പുട്രിഫാക്ഷൻ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഒന്നും മനസ്സിലാക്കാനില്ല, ജസ്റ്റ് അതുപോലെ തന്നെ കാണാൻ പഠിച്ചോളുക. പുട്രിഫാക്ഷൻ ഡിലേ ഉണ്ടാക്കുന്ന 3 സാധനങ്ങൾ: സ്ട്രിച്നിൻ, മെറ്റാലിക് പോയിസണിങ് ആൻഡ് കാർബോളിക് ആസിഡ്. നെക്സ്റ്റ്, ഡീകമ്പോസിഷൻ. എവിടെയാണ് ഡീകമ്പോസിഷൻ ഉണ്ടാകുന്നത്? ഡീകമ്പോസിഷൻ ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഇലിയാക് ഫോസയാണ്. decomposition, where does the decomposition begin? Decomposition begins in the right iliac fossa. നമ്മുടെ റൈറ്റ് ഇലിയാക് ഫോസയിലാണ് നമ്മുടെ എന്തൊക്കെയുള്ള നമ്മുടെ ലിവർ ഉള്ളത്, നമ്മുടെ ഗോൾ ബ്ലാഡർ ഉള്ളത്. ഈ ഒരു റീജിയനിലാണ് യൂഷ്വലി ഡീകമ്പോസിഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് അറിയാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ എന്താ? ഈ റൈറ്റ് ഇലിയാക് ഫോസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡീകളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. കളർ ചേഞ്ച് ഉണ്ടാവും ആ ഒരു രീതിയിൽ. അതാണ് നമ്മുടെ പുട്രിഫാക്ഷൻ സ്റ്റാർട്ട് ആയി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അഡിപ്പോസിയർ. എന്താണ് അഡിപ്പോസിയർ? ചില കേസുകളിൽ എല്ലാ ബോഡിയും ഡീകമ്പോസ് ആവണമെന്നില്ല. ചില കേസുകളിൽ ചില പ്രത്യേക ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ ആ ഒരു കണ്ടീഷനുകളിൽ അഡിപ്പോസിയർ ഉണ്ടാവും. അഡിപ്പോസിയർ എന്ന് പറഞ്ഞാൽ സപ്പോണിഫിക്കേഷൻ അഥവാ സോപ്പ് ഫോർമേഷൻ ആണ്. അപ്പൊ സോപ്പിന് ബേസിക്കലി എന്ത് സ്മെല്ലാണ് ഉള്ളത്? സോപ്പിന് പ്ലസന്റ് സ്മെല്ലാണ് ഉള്ളത്, സോപ്പിന് ഫ്രൂട്ടി ഓർഡർ ആണ് ഉള്ളത്. അപ്പൊ അഡിപ്പോസിയർ ഫോം ഇപ്പൊ ഈ ഒരു ഡെഡ് ബോഡി എടുത്തു കഴിഞ്ഞാലും ഇവർക്ക് എന്ത് ടൈപ്പ് ഓർഡർ ആയിരിക്കും ഉണ്ടാകുന്നത്? ഇറ്റ്സ് എ ഫ്രൂട്ടി ഓർഡർ. ഓർഗൻ പ്രിസർവേഷന് ഈ പറയുന്ന പുട്രിഫാക്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇച്ചിരൂടെ ബെറ്റർ ഓർഗൻ പ്രിസർവേഷൻ ആർക്കുണ്ട്? അഡിപ്പോസിയറിനുണ്ട്. അഡിപ്പോസിയർ ഉണ്ടായി കഴിഞ്ഞാൽ there will be a better organ preservation when compared to ഈ പറയുന്ന പുട്രിഫാക്ഷൻ. ആൻഡ് ഹ്യൂമിഡ് ആൻഡ് വാട്ടർ. ഈ ഏത് കണ്ടീഷനിലാണ് പുട്രിഫാക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സോറി ഏത് കണ്ടീഷനിലാണ് അഡിപ്പോസിയർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് സപ്പോണിഫിക്കേഷൻ ഉണ്ടാകുന്നത്? ഈ പറയുന്ന ഡെഡ് ബോഡി ഒരു വാട്ടർ ബോഡിയിലാണ്, അതായത് ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു തടാകത്തിലോ അല്ലെങ്കിൽ ലേക്കിലോ ഒക്കെ സബ്മേർജ്ഡ് ആയിട്ടാണ് ഇരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോസ്റ്റൽ ഏരിയസിനടുത്തുള്ള കണ്ടീഷനുകളൊക്കെ, ഈ കോസ്റ്റൽ ഏരിയസിനടുത്തുള്ള ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡ് കണ്ടീഷനാണ്. അതായത് അവിടെ ചൂട് കാണത്തില്ല, തണുത്ത കാറ്റ് വീശുന്നും ഉണ്ടാവും, പക്ഷെ നമ്മൾ കിടന്ന് നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ വേർപ്പ് ഡ്രൈ ആവത്തുമില്ല. ദാറ്റ് ഇസ് കോൾഡ് ഹ്യൂമിഡിറ്റി. അതാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ആ ഹ്യൂമിഡ് കണ്ടീഷനിൽ, അതായത് മോയ്സ്ചർ ഇങ്ങനെ നിലനിർത്തുന്ന കണ്ടീഷനിലും പിന്നെ മോയ്സ്ചർ ഓൾറെഡി ഉള്ള കണ്ടീഷൻ, അതായത് വാട്ടർ ബോഡികളിലും ഈ പറയുന്ന അഡിപ്പോസിയർ ഫോർമേഷൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന വാട്ടർ ബോഡിയിൽ ഡീകമ്പോസിഷൻ ഉണ്ടാവാം. ഞാൻ പറഞ്ഞത് എല്ലാ സബ്മേഴ്സ്ഡ് ബോഡീസും അഡിപ്പോസിയർ ഉണ്ടാക്കത്തില്ല. ചില ഭാഗ്യവാന്മാര് അഡിപ്പോസിയർ ആയിട്ട് മാറും, അത്രേ ഉള്ളൂ. And it takes a time duration of about 3 days to 3 months. 3 മാസം വരെ ടൈം എടുക്കാം ഈ അഡിപ്പോസിയർ ഉണ്ടാവാൻ. പുട്രിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പുട്രിഫാക്ഷന്റെ ഒരു ഓർഡർ ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ആദ്യം പുട്രിഫൈഡ് ആവുന്നത്, അല്ലെങ്കിൽ ആദ്യം ഡീകമ്പോസ് ആവുന്നത്, അല്ലെങ്കിൽ ആദ്യം ഡീഗ്രേഡ് ആവുന്നത് എന്താണ്? നമ്മുടെ ലാരിങ്സ് ആണ്, നമ്മുടെ വോക്കൽ കോഡാണ്. വോക്കൽ കോഡ് അഥവാ പിന്നെ അല്ലെങ്കിൽ ട്രക്കിയ, ഈ കഴുത്തിന്റെ അവിടെയുള്ള സാധനങ്ങൾ, ലാരിങ്സ്, ട്രക്കിയ പോലത്തെ സാധനങ്ങളൊക്കെയാണ് ആദ്യം ഡീകമ്പോഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിലും ആണുങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവസാനത്തേക്ക് ഡീഗ്രേഡ് ആവുന്ന സാധനമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് നമ്മുടെ ഹ്യൂമൻ മെയിൽസിന്റെ ബോഡിയിൽ, ആണുങ്ങളുടെ ബോഡിയിൽ അവസാനം ഡീഗ്രേഡ് ആവുന്നത്.
പിന്നെ സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി അവസാനത്തേക്ക് ഡിഗ്രേഡ് ആവുന്നത്, ഏറ്റവും അവസാനം ഡിഗ്രേഡ് ആവുന്നത് ബോൺസും ടീത്തും ഒക്കെ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വിസറൽ ഓർഗൻസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പ്രോസ്റ്റേറ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് ഇറ്റ് ഇസ് നോൺ ഗ്രാവിഡ് യൂട്രസ്. അതായത് കുട്ടിയില്ലാത്ത യൂട്രസ് ഉണ്ടല്ലോ, ആ യൂട്രസ് ആണ്. അതായത് നേരത്തെ ഇപ്പൊ പ്രസന്റ് ആൾ മരിക്കുമ്പോൾ കുട്ടിയില്ല, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ നോൺ ഗ്രാവിഡ് യൂട്രസ് ആണെങ്കിലും അവസാനമായിരിക്കും പിട്രിഫൈഡ് ആവുന്നത്. ബോണും ടീത്തൊക്കെ ഏറ്റവും അവസാനമാണ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന. മമ്മിഫിക്കേഷൻ. വാട്ട് ഇസ് മമ്മിഫിക്കേഷൻ? മമ്മിഫിക്കേഷൻ അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ മമ്മീസിനെ കണ്ടുള്ള എവിടെയാ? ഇൻ ഈജിപ്റ്റ്. ഈജിപ്തിലും മമ്മി റിട്ടേൺസ് എന്ന സിനിമയിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മമ്മീസ് കണ്ടുള്ളത്. അപ്പൊ മമ്മീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈജിപ്റ്റ് ആണ്. ഈജിപ്തിലെ കാലാവസ്ഥ എങ്ങനെയാ? ഇറ്റ് ഇസ് ഡ്രൈ ആൻഡ് ഇറ്റ് ഇസ് ഹോട്ട്. അതായത് ഡ്രൈ കണ്ടീഷൻ ആണ്, അത് ഒട്ടും മോയ്സ്ചർ ഇല്ല, അതുപോലെ വളരെ ഹോട്ട് കണ്ടീഷൻ ആണ്. ഈ ഒരു കണ്ടീഷനിൽ ഈ ബോഡി പ്രിസർവേഷൻ വളരെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സലന്റ് ഓർഗൻ പ്രിസർവേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അകത്തുള്ള വിസറയും കാര്യങ്ങളൊക്കെ ബെറ്റർ പ്രിസർവ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ പറയുന്ന മമ്മീസിന്റെ ബോഡിയിൽ നിന്ന് നമുക്ക് വിലപ്പെട്ട ഒരുപാട് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രിസർവ്ഡ് ആയിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആ കാലഘട്ടത്തിലെ മനുഷ്യരെ പറ്റിയും അവരുടെ ജീവിത രീതികളെ പറ്റിയും എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മമ്മീസിന് പ്രത്യേകിച്ച് അങ്ങനെ ഓർഡർ ഒന്നുമില്ല. ഓർഡർ മീൻസ് സ്മെല്ലില്ല. ആൻഡ് ഇറ്റ് യൂഷ്വലി ടേക്സ് അബൌട്ട് 1 year, 3 months, 12 months എടുക്കും മമ്മിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാൻ. കാസ്പേഴ്സ് ഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ബോഡി ഡീകമ്പോസ് ആവാൻ എടുക്കുന്ന ടൈം, അതിനൊരു ഓർഡർ ഉണ്ട്. അത് ആ ഓർഡർ അല്ലെങ്കിൽ ആ ഡീകമ്പോസിഷൻ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും നമ്മുടെ മണ്ണിലും ഈ മൂന്നിലും ഡിഫറെന്റ് ആയിരിക്കും. എയറിൽ അതായത് എർത്തിലാണെങ്കിൽ 8 times സ്പീഡിലായിരിക്കും ഈ ഡീകമ്പോസിഷൻ ഉണ്ടാകുന്നത്. വാട്ടറിലാണെങ്കിൽ 2 times ഡീകമ്പോസിഷൻ 2 times സ്പീഡിലായിരിക്കും. ആൻഡ് എയറിലാണെങ്കിൽ ഒരു എക്സ് ടൈം ആയിരിക്കും. അതായത് ഇപ്പൊ എയറിൽ 1 മണിക്കൂർ എടുക്കുമെങ്കിൽ എർത്തിൽ 1/8 ടൈം എടുക്കത്തുള്ളൂ. ഈ പറയുന്ന വാട്ടറിലാണെങ്കിൽ 1/2 ടൈം എടുക്കത്തുള്ളൂ. ഇത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. ഇത്ര ആലോചിച്ചാൽ മതി. എർത്തിലാണ് ഏറ്റവും, അതായത് മണ്ണിനടിയിലാണ് ഏറ്റവും സ്പീഡായിട്ട് ഡീകമ്പോഷൻ നടക്കുന്നത്. കാരണം മണ്ണിരകളൊക്കെ എവിടെയാണുള്ളത്? 8 times more speed when compared to air. വാട്ടറിലാണെങ്കിൽ 2 times more speed when compared to air. എയറിലാണ് എക്സ് ടൈംസ് സ്പീഡ് ഉള്ളത്. അതാണ് കാസ്പേഴ്സ് ഡിക്റ്റം എന്ന് പറയുന്നത്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓട്ടോപ്സി. ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആഫ്റ്റർ ഡെത്ത് നമ്മൾ ഡെത്തിന്റെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓട്ടോപ്സി ചെയ്യാറുണ്ട്. ഓട്ടോപ്സി മിക്കവാറും നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർമാരെല്ലാവരും ഓട്ടോപ്സി കണ്ടിട്ടുള്ളവരായിരിക്കും. കാരണം ഹൗസ് ആൻഡ് സീ ടൈമിൽ ഓട്ടോപ്സി കാണാതെ അത് ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മൾ എല്ലാവരും പോയി കാണുന്ന സാധനം. അപ്പൊ ഒരു ഓർഡർ ഉണ്ട്, ഒരു ഓട്ടോപ്സിക്ക് എപ്പോഴും ഒരു ഓർഡർ ഉണ്ട്. എപ്പോഴും നമ്മൾ ആദ്യമേ നമ്മൾ പോയി തല തുറക്കത്തില്ല. ചില കേസുകൾ നമ്മൾ ആദ്യം തൊറാക്സ് ആയിരിക്കും തുറക്കുന്നത്, ചില കേസുകൾ നമ്മൾ ആദ്യം തലയായിരിക്കും തുറക്കുന്നത്. അങ്ങനെ ഒരു സ്പെസിഫിക് ഒരു നിയമമൊന്നുമില്ല ഇന്ന സ്ഥലം മാത്രമേ ആദ്യം തുറക്കാവുന്നുള്ളൂ. പക്ഷെ ചില കേസുകളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്താണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. ബോഡി ക്യാവിറ്റിയിൽ ഏതാണ് ഓട്ടോപ്സിയുടെ സമയത്ത് ഈ പറയുന്ന കേസുകൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടതെന്ന് കൃത്യമായ നിയമമുണ്ട്. പോയിസണിങ് കേസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ക്രേനിയൽ ക്യാവിറ്റിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്രേനിയൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പോയിസണിങ് കേസുകളാണെങ്കിൽ നമുക്ക് ക്രേനിയൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്പെസിഫിക് സ്മെല്ല് വരും. ആ സ്മെല്ല് വെച്ചിട്ട് ഫോറൻസിക് സർജൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ അയാൾക്ക് പറയാൻ പറ്റും പ്രോബബ്ലി ഇന്ന പോയിസൺ കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇന്ന പോയിസൺ കൊടുത്തിട്ടാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ പോയിസണിങ്ങിൽ ക്രേനിയൽ ക്യാവിറ്റിയാണ് ആദ്യം തുറക്കുന്നത്. ന്യൂ ബോൺ ആദ്യം, അതായത് ഉണ്ടായി തന്നെ പെട്ടെന്ന് മരിച്ചുപോയ കുട്ടികളാണെങ്കിൽ നമ്മൾ ആദ്യം ഡയഫ്രം ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഈ പറയുന്ന തൊറാസിക് ക്യാവിറ്റി തുറന്നിട്ട് നമ്മൾ എന്ത് നോക്കും? നമ്മൾ ഡയഫ്രത്തിന്റെ പൊസിഷൻ നോക്കും. ഡയഫ്രത്തിന്റെ പൊസിഷനകത്ത് ഇപ്പൊ ബ്രീത്ത് എടുത്ത്, അതായത് സ്റ്റിൽ ബോൺ ആണോ അതായത് ലൈഫ് ബോൺ ആണോ എന്ന് അറിയാൻ വേണ്ട. ഇപ്പൊ ലൈഫ് ബോൺ ബേബി ആണെങ്കിൽ ബേബി ശ്വാസം അകത്തേക്ക് എടുത്തിട്ടായിരിക്കും 2-3 ബ്രത്തൊക്കെ എടുത്തിട്ടായിരിക്കും ആ ബേബി മരിക്കുന്നത്. സ്റ്റിൽ ബോൺ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴേ ജനിക്കുമ്പോഴേ മരിച്ച് ജനിക്കുന്ന കുട്ടിക്കാണ് സ്റ്റിൽ ബോൺ എന്ന് പറയുന്നത്. സ്റ്റിൽ ബോൺ ബേബി ഒബ്വിയസ്ലി മരിച്ചിട്ടുള്ളതുകൊണ്ട് ബ്രത്ത് എടുക്കൂല ബേബി ഉണ്ടായി കഴിയുമ്പോൾ. അപ്പോൾ എന്തുണ്ടാവും? ഈ ലങ്സ് എക്സ്പാൻഡ് ചെയ്യത്തില്ല. ബ്രത്ത് എടുത്തെങ്കിൽ മാത്രമേ ലങ്സ് എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ. ലങ്സ് എക്സ്പാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഡയഫ്രം താഴത്തുള്ളൂ. ലങ്സ് ഇപ്പൊ ഞാൻ ഇങ്ങനെ അകത്തേക്ക് വായു വലിച്ചെടുക്കുമ്പോൾ എന്റെ ലങ്സ് എക്സ്പാൻഡ് ആവുക. എന്റെ ലങ്സ് എക്സ്പാൻഡ് ആകുമ്പോൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള വോളിയം കൊടുക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന മസിൽ ഇവിടെ, അത് താഴേക്ക് പോകും. എങ്കിൽ മാത്രമല്ല ഡയഫ്രം എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലൈഫ് ബോൺ ബേബി ആണെങ്കിൽ ബ്രത്ത് എടുത്തുകൊണ്ട് തന്നെ ലങ്സ് എക്സ്പാൻഡ് ആവും. ലങ്സ് എക്സ്പാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡയഫ്രം താഴേക്ക് പോകും. പൊസിഷൻ ഓഫ് ദ ഡയഫ്രം വിൽ ബി ലോവർ ഇൻ എ ലൈഫ് ബോൺ വൈൽ ഇറ്റ് ഇസ് ഹയർ ഇൻ എ സ്റ്റിൽ ബോൺ ഒബ്വിയസ്ലി. ആസ്ഫിക്സിയൽ കേസുകളിൽ നമ്മൾ നെക്ക് ഏറ്റവും അവസാനം തുറക്കത്തുള്ളൂ. കാരണം നെക്ക് നമ്മൾ ബാക്കി എല്ലാ സ്ഥലവും തുറന്നതിന് ശേഷം നമ്മളെ ആസ്ഫിക്സിയ, അതായത് ശ്വാസം മുട്ടിച്ച ആളുകളെ കൊന്ന കേസുകളൊക്കെ നമ്മൾ നെക്ക് തുറക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ
വി നീഡ് എ ബ്ലഡ്ലെസ് ഫീൽഡ് വൈൽ വി ആർ ഡിസെക്ടിങ് നെക്ക്. നമ്മൾ എന്തുകൊണ്ടാണ് ആള് മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ, ഇപ്പൊ സ്ട്രാങ്കുലേഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഗ്യാഗ് ചെയ്തിട്ടാണോ, തളേനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണോ അയാൾ മരിച്ചു പോയത്, അങ്ങനെയൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള അബ്രേഷനുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യണം. അത് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു ബ്ലഡ്ലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ ഒരു രക്തം ഇല്ലാത്ത ഒരു ഡിസെക്ഷൻ ഫീൽഡ് നമുക്ക് ഇവിടെ ലഭിക്കണം. അപ്പൊ അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബാക്കി എല്ലാ സ്ഥലങ്ങളും തുറന്ന് ബ്ലഡ് ഒക്കെ കളഞ്ഞിട്ട് അവസാനം ബ്ലഡ്ലെസ് ഫീൽഡിന് വേണ്ടിയിട്ട് നെക്ക് തുറന്നു. അതുകൊണ്ട് ആസ്ട്രിക് സെൽ നെക്ക് ലാസ്റ്റിലേ തുറക്കത്തുള്ളൂ. ന്യൂമോതൊറാക്സിൽ ഒബ്വിയസ്ലി ന്യൂമോതൊറാക്സിലെ കോസ് ഓഫ് ഡെത്ത് ഈ ചെസ്റ്റിനകത്താണ്. അതുകൊണ്ട് നമ്മൾ തൊറാസിക് കാവിറ്റി നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നുണ്ട്, പ്ലൂറ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് ഓട്ടോപ്സി ആണ്. വെർച്ചോ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള, അതായത് ആദ്യം ഹെഡ് തുറക്കും, നോർമൽ, അതായത് ഈ പറയുന്ന കേസുകളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്, അയാൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഹിസ്റ്ററിയില്ല, നാച്ചുറൽ ഡെത്ത് ചുമ്മാ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന്റെ പേരാണ് വെർച്ചോ. വെർച്ചോ ആണ് മോസ്റ്റ് കോമൺലി ചെയ്യുന്നത്. അൺനാച്ചുറൽ ഡെത്തുകൾക്ക്, നോർമൽ കേസുകളിലെ ഡെത്തുകൾക്ക്, നാച്ചുറൽ ഡെത്തുകൾക്ക് എല്ലാം നമ്മൾ വെർച്ചോസ് മെത്തേഡാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കേസുകളിലൊക്കെ സ്പെസിഫൈഡ് ചെയ്തിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. വെർച്ചോസിൽ നമ്മൾ ആദ്യം ഹെഡ് തുറക്കും, പിന്നെ തൊറാക്സ് തുറക്കും, പിന്നെ അബ്ഡോമൻ തുറക്കും, ഓർഡറിൽ തന്നെ തുറക്കും. ലെറ്റുല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ, മൊത്തത്തില്, അതായത് ഇൻ മാസ്, എൻ മാസ് എന്ന് പറഞ്ഞാൽ ഈ നോർമൽ ഓട്ടോപ്സിയിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഹെഡ് തുറക്കും, ഹെഡിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും, തൊറാക്സ് തുറക്കും, തൊറാക്സിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും, അബ്ഡോമൻ തുറക്കും, അബ്ഡോമിലെ കാര്യങ്ങളൊക്കെ നോക്കും. അതാണ് ഈ വെർച്വോ എന്ന് പറയുന്നത്. ലിറ്റുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒരു രീതിയിൽ ഒറ്റയടിക്ക് ആ ക്യാവിറ്റി മൊത്തം തുറന്നിട്ട് ഈ ക്യാവിറ്റി മൊത്തത്തിൽ നമ്മൾ പുറത്തെടുക്കും. അതായത് ഫ്രം ഈ പറയുന്ന തൊറാക്സ്, ഈ പറയുന്ന ബ്രെയിൻ വേറെയാണ്, സെപ്പറേറ്റ് ആണ്. ഈ ലാരിങ്സ് തൊട്ട് നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിസ്റ്റം വരെയുള്ള ഫുൾ ഭാഗം നമ്മൾ ഒറ്റയടിക്ക് പറിച്ചും കഴിയും. അതിനാണ് ലെറ്റുലെ എന്ന് പറയുന്നത്. അത് വേറൊരു ടൈപ്പ് ഓഫ് ഡിസെക്ഷൻ മെത്തേഡാണ്. ഗോൺ എന്ന് പറഞ്ഞത് എൻ ബ്ലോക്ക്. എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസറ പുറത്തേക്ക് എടുക്കുന്നില്ല, നമ്മൾ ഈ ക്യാവിറ്റി തുറന്നിട്ട് നമ്മുടെ ബോഡിക്ക് അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? ഡിസെക്ഷൻ ചെയ്യുന്നു. ഈ ഗോൺസ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഈ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് മൂലം മരിച്ച ആളുകൾ, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, അല്ലെങ്കിൽ അങ്ങനെ വേറെ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷനുകൾ, കൊറോണ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മരിച്ച ആളുകളുടെ വിസറ നമ്മൾ പുറത്തേക്ക് എടുത്ത് നമ്മുടെ എൻവയോൺമെന്റ് കണ്ടാമിനേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ തുറന്നിട്ട് ബോഡിക്ക് അകത്ത് വെച്ച് തന്നെ നമ്മൾ ആവശ്യമുള്ള വിസറൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ജാറിനകത്തൊക്കെ ആക്കി ആവശ്യമുണ്ടെങ്കിൽ അയക്കുകയൊക്കെ ചെയ്യുന്നത്. റോക്കിറ്റാൻസ്കി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഗോൺ പോലെ തന്നെയാണ്, ഇൻ സിറ്റു വിത്തിൻ ദ ബോഡി ക്യാവിറ്റി തന്നെ നമ്മൾ ചെയ്യുന്നതാണ് റോക്കിറ്റാൻസ്കി എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. വിർച്വോ ആണ് കോമൺലി ചെയ്യുന്നത്. ലിറ്റുലെ എൻ മാസ്, ലിറ്റുല്ലയുടെ അവസാനം ഇ ആണ്, എൻ മാസ് സി എന്ന് ഓർത്താൽ മതി. ലിറ്റുലെ എൻ മാസ്. ഗോൺ എൻ ബ്ലോക്ക്, ഗോൺ ബ്ലോ എന്ന് ഓർത്താൽ മതി, ഗോ ബ്ലോ എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇതിങ്ങനെ ചോദിക്കത്തുള്ളൂ, വാട്ട് ഇസ് എൻ ബ്ലോക്ക് ടെക്നിക്? ഗോൺ. വാട്ട് ഇസ് എൻ മാസ് ടെക്നിക്? ലെറ്റുലെ. വാട്ട് ഇസ് ഇൻസിറ്റു ടെക്നിക്? റോക്കിറ്റാൻസ്കി. ഞാൻ നേരത്തെ പറയാം, റോക്കിറ്റാൻസ്കി തന്നെ, റോക്കിറ്റാൻസ്കി എന്ന് പറയുന്ന സംഭവം അതിനകത്ത് വരുന്നുണ്ട്, റോക്കിറ്റാൻസ്കി ഇൻസിറ്റു. അതാണ് റോക്കിറ്റാൻസ്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒരു നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അതായത് നമ്മൾ റോക്കിറ്റാൻസ്കി മെത്തേഡിലാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കേസുകൾ, അതായത് നമ്മുടെ ഈ പറയുന്ന HIV, നമ്മുടെ TB, നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ റോക്കിറ്റാൻസ്കി മെത്തേഡ് വഴിയാണ് നമ്മൾ ഡിസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് റോക്കിറ്റാൻസ്കി മെത്തേഡ്. വെർച്വോ ആണ് കോമൺലി യൂസ് ചെയ്തിട്ടുള്ളത്. എൻ മാസ് ആണെങ്കിൽ റെക്റ്റുലെ, എൻ ബ്ലോക്ക് ആണെങ്കിൽ ഇറ്റ് ഇസ് ഗോൺ. ഇൻസിഷൻസ്, എന്ത് ടൈപ്പ് ഓഫ് ഇൻസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത കാര്യം. മോസ്റ്റ് കോമൺലി നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ഇൻസിഷൻ ഇട്ടിട്ട് ആ പേഷ്യന്റ് അങ്ങ് കീറുകയാണ് ചെയ്യുന്നത്. It's called eye incision. Eye incision is the most common type of incision. This is a Y incision. Y incision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിൽസിനൊക്കെ, അതായത് ഫീമെയിൽസിന് ഒബ്വിയസ്ലി ബ്രസ്റ്റ് ഉണ്ട്. അപ്പൊ ബ്രസ്റ്റ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി, അപ്പൊ ഇത് തിരിച്ച് നമ്മൾ തുന്നിക്കെട്ടി പേഷ്യൻസിന്റെ ഈ പറയുന്ന ഡെഡ് ആയിട്ടുള്ള ആളുടെ റിലേറ്റീവ്സിന് കൈമാറണമല്ലോ. അപ്പൊ കൊടുക്കുന്ന ടൈമിൽ കോസ്മെറ്റിക് ആയിട്ട് ബെറ്റർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ Y ഷേപ്ഡ് ഇൻസിഷൻ ഇടുന്നത്, ടു അവോയ്ഡ് ദ ബ്രസ്റ്റ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ Y ഷേപ്ഡ് ഇൻസിഷൻ ആണ്. ആൻഡ് വി അവോയ്ഡ് ദ ബ്രസ്റ്റ്, സോ ദാറ്റ് ഇസ് യൂഷ്വലി ഡൺ ഇൻ കേസ് ഓഫ് ഫീമെയിൽസ്. മോഡിഫൈഡ് വൈ എന്ന് പറഞ്ഞാൽ ഇതിന് പകരം ഇങ്ങനെ എടുക്കുന്നതാണ് മോഡിഫൈഡ് വൈ എന്ന് പറയുന്നത്. മോഡിഫൈഡ് വൈ നമ്മൾ ചെയ്യുന്നത് നെക്ക് പ്രോബ്ലംസ്, അതായത് ഇപ്പം നെക്കൊക്കെ നമ്മൾ വൃത്തിക്ക് കാണണം, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ആസ്ഫിക്സിയ, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഹാങ്ങിങ്, അങ്ങനത്തെ കേസുകളിലൊക്കെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ മോഡിഫൈഡ് വൈ ഇൻസിഷൻ ആണ് നമ്മൾ അവിടെ ഇടുന്നത്. ആൻഡ് വി അസസ് അവർ നെക്കാണ് നമ്മൾ ആ സമയത്ത് നോക്കുന്നത്. അപ്പം ഇൻവേർട്ടഡ് വൈ എന്ന് പറയുന്നത് ന്യൂബോണിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ തൊറാക്സ് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി ആണ് ആദ്യം തുറക്കുന്നത്. തൊറാക്സ് ആണ് നമ്മൾ യൂഷ്വലി ആദ്യം തുറക്കുന്നത്. ഇച്ചിലൂടെ മേളിലോട്ടാണ്, ഈ ഒരു ഫിഗർ തെറ്റാ, ഇച്ചിലൂടെ ഇവിടെ വെച്ചാണ് നമ്മൾ തുറക്കുന്നത്. കാരണം വി ഹാവ് ടു സീ ദ ഡയഫ്രം കാണുന്നത്.
അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് തുറക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻസിഷൻ ഇട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ ഒരു ഫ്ലാപ്പ് ഇട്ടിട്ട് നമ്മൾ അകത്തേക്ക് നോക്കുകയാണ്. ആദ്യം ഡയഫ്രം താഴെയാണോ മുകളിലാണോ. സോ ദിസ് ഇസ് കോൾഡ് ഇൻവേർട്ടഡ് വൈ ആൻഡ് ദിസ് ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ന്യൂ ബോൺസ്. കസ്റ്റഡി ഡെത്തുകൾ, പോലീസ് മർദ്ദന ഡെത്തുകൾ, കസ്റ്റോഡിയൽ ഡെത്തുകൾ, സസ്പീഷ്യസ് ആയിട്ടുള്ള ഡെത്തുകൾ, അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പേഷ്യനെ തിരിച്ചു കിടന്നിട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസിഷൻ ഇട്ട് മൊത്തത്തിൽ അങ്ങ് നോക്കുകയാണെങ്കിൽ എക്സ് ഇൻസിഷൻ ഇസ് യൂസ്ഡ് ഇൻ കസ്റ്റോഡിയൽ ഡെത്തുകൾ. പിന്നെ പോയിസണിങ് കേസുകൾ ഏതൊക്കെ ഓർഗനുകളാണ് പ്രിസർവ് ചെയ്യുന്നത്? ഇത് ഞാൻ ബ്ലഡിനെ പറ്റി ഇഷ്യൂ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി സാധനങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ആ ഏത് മീഡിയത്തിലാണ് അല്ലെങ്കിൽ ഏത് ഫ്ലൂയിഡിലാണ് ഈ പറയുന്ന സാധനങ്ങൾ പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ബ്ലഡ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്രിസർവ് ചെയ്യുന്നത് സോഡിയം ഫ്ലൂറൈഡ് പ്ലസ് പൊട്ടാഷ്യം ഓക്സലേറ്റ്, സോഡിയം ഫ്ലൂറൈഡ് പ്ലസ് പൊട്ടാസ്യം ഓക്സലേറ്റ് കണ്ടെയ്നറിലായിരിക്കും, അല്ലെങ്കിൽ സോഡിയം ഫ്ലൂറൈഡ് പ്ലസ് പൊട്ടാസ്യം ഓക്സലേറ്റ് ഉള്ള കളക്ഷൻ ട്യൂബുകളിലായിരിക്കും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അത് യൂഷ്വലി ഗ്രേ വയലാണ്. ഗ്രേ വയലിലാണ് സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളത്. ഞാൻ വയൽസിനെ പറ്റി കളക്ഷനെ പറ്റി ഞാൻ ഈ മോഡ്യൂളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടു അവോയ്ഡ് സം സോർട്ട് ഓഫ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ മോഡ്യൂൾ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് അപ്പം പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത്ര ആലോചിക്കുക. ബ്ലഡ് ഫോർ പോസ്റ്റ്മോർട്ടം പർപ്പസസ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്നത് സോഡിയം ഫ്ലൂറൈഡ് പ്ലസ് പൊട്ടാസ്യം ഓക്സൈഡ് ഉള്ള ഗ്രേ വയലിലായിരിക്കും. യൂറിൻ ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് യൂറിൻ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് ടൊലുവിഡിൻ ബ്ലൂ ആഡ് ചെയ്യും. ടൊലുവിഡിൻ ബ്ലൂ ആണ് കോമൺലി ബെറ്റർ ആൻഡ് മോർ കോമൺലി യൂസ് ടൊലുവിഡിൻ ബ്ലൂ ആൻഡ് വി മേ ഓൾസോ യൂസ് തൈമോൾ. ടൊലുവിഡിൻ ബ്ലൂ അല്ലെങ്കിൽ തൈമോൾ ഏതൊരു യൂസ് ചെയ്യാം. യൂഷ്വലി ബെറ്റർ യൂസ്ഡ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൊലുവിഡിൻ ബ്ലൂ. ബാക്കിയെല്ലാം അതായത് എൻറ്റയർ സ്റ്റൊമക്ക്, പ്രോക്സിമൽ 30 cm സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, 500 gram ഓഫ് ലിവർ, ഹാഫ് ഓഫ് ഈച്ച് കിഡ്നി. ഓരോ കിഡ്നിയുടെ ഹാഫ് 500 gram ലിവർ, പ്രോക്സിമൽ അതായത് ആദ്യമുള്ള 30 cm സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഭാഗം, സ്റ്റൊമക്കിന്റെ മൊത്തം ഭാഗം, ഇത്രയും നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഉപ്പുവെള്ളമാണ്, സാച്ചുറേറ്റഡ് NaCl ആണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഫ്ലൂയിഡ് ഏതാ? ബെസ്റ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആയിരിക്കും. റെക്ടിഫൈഡ് സ്പിരിറ്റും ഫോർമാലിനും ഡിഫറെന്റ് ആണ്. ഫോർമാലിൻ വേറെ, റെക്ടിഫൈഡ് സ്പിരിറ്റ് വേറെ. ഫോർമാലിനകത്ത് ആൽക്കഹോൾ ഇല്ല, റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്ത് ആൽക്കഹോൾ ഉണ്ട്. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഓർഗൻസ് പ്രിസർവ്ഡ് പോയിസൺ കേസിനകത്ത് ഒന്നുകൂടെ പഠിക്കുകയാണെങ്കിൽ ബ്ലഡ് ആണെങ്കിൽ നമുക്ക് ഗ്രേ വയല് സോഡിയം ഫ്ലൂറൈഡ് പ്ലസ് പൊട്ടാഷ്യം ഓക്സലേറ്റ്, യൂറിൻ ആണ് പ്രിസർവ് ചെയ്യുന്നത് തൈമോൾ ബ്ലൂ ടൊലുവിഡിൻ ബ്ലൂ അല്ലെങ്കിൽ തൈമോൾ. ടൊലുവിഡിൻ ബ്ലൂ ആണ് മോർ കോമൺലി യൂസ്ഡ്. ആൻഡ് എൻറ്റയർ സ്റ്റൊമക്ക് അതായത് മൊത്തത്തിൽ ഫുൾ സ്റ്റൊമക്ക്, ബാക്കി സാധനങ്ങൾ പ്രിസർവ് ചെയ്യുന്നതല്ല, ബാക്കി എന്താണെങ്കിലും എൻറ്റയർ സ്റ്റൊമക്ക്, പ്രോക്സിമൽ 30 cm സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, 500 gram ഓഫ് ലിവർ ആൻഡ് ഹാഫ് ഓഫ് ഈച്ച് കിഡ്നി, ഇതെല്ലാം പ്രിസർവ് ചെയ്യുന്നത് എവിടെയാണ്? ഐഡിയലി റെക്ടിഫൈഡ് സ്പിരിറ്റ്, ബട്ട് മോസ്റ്റ് കോമൺലി എവിടെയാ? സാച്ചുറേറ്റഡ് NaCl, സാച്ചുറേറ്റഡ് സോഡിയം ക്ലോറൈഡ്. നീ എംബാമിക് ഫ്ലൂയിഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു ബോഡി അത് നമ്മൾ ഇപ്പം അനാറ്റമി ഡിസെക്ഷൻ ഹോളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാം, നമ്മൾ എംബാമിങ് ചെയ്ത ബോഡികളാണ് നമ്മുടെ മുമ്പിലേക്ക് ഡിസെക്ഷന് വേണ്ടി എത്തുന്നത്. എംബാമിങ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബോഡി ഡീകമ്പോസ് ആവില്ല, ബോഡി പ്രിസർവ് ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ഫ്ലൂയിഡ് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ എംബാമിക് ഫ്ലൂയിഡിന്റെ കണ്ടന്റുകൾ ജസ്റ്റ് നോക്കിയേക്കുക. പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് ഫോർമാലിനാണ് മെയിൻ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോഡി നമ്മൾ ഇൻസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാലിന്റെ മണമാണ് കിട്ടുന്നത്. കാരണം ഈ ഫോർമാലിൻ മൊത്തമാണ് നമ്മുടെ ഈ പറയുന്ന ബ്ലഡ് മൊത്തം ഊറ്റിയെടുത്തിട്ട് നമ്മൾ തിരിച്ച് ഈ പറയുന്ന എംബാമിക് ഫ്ലൂയിഡാണ് വെയിൻസിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റി വിടുന്നത്. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെയിൻ കണ്ടന്റ് അഥവാ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫോർമാലിനാണ്. പിന്നെ ഒരു ജെർമിസൈഡ് ആയിട്ട് ഫിനോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ജേംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഫിനോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബഫർ, ബോഡി ഈ പറയുന്ന ഡെഡ് ബോഡി ആണെങ്കിൽ പോലും ആ ബോഡി വൃത്തിക്ക് മെയിൻറ്റെയിൻ ആവണമെങ്കിൽ ഒരു ബഫർ ഫ്ലൂയിഡ് വേണം. ബഫർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി, ബേസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലൂയിഡ്. അപ്പോൾ ബഫർ എന്ന് പറയുന്നത് സോഡിയം ബോറേറ്റ് ആണ്. അപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സോഡിയം ബോറേറ്റ്. പിന്നെ ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് സോഡിയം സിട്രേറ്റ് ആണ്. ആൻഡ് മറ്റേത് ഈ പറയുന്ന എത്തനോളില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. നമ്മൾ ഈ പറയുന്ന എന്റെ സ്റ്റൊമക്ക്, പ്രോക്സിമൽ 30 cm സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, 500 gram ലിവർ, ഹാഫ് ഓഫ് ഈച്ച് കിഡ്നി, ഇതെല്ലാം പ്രിസർവ് ചെയ്യുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റിലാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ആൽക്കഹോൾ. എംബാമിക് ഫ്ലൂയിഡ് പക്ഷേ എന്തില്ല? ആൽക്കഹോൾ ഇല്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. എംബാമിക് ഫ്ലൂയിഡിൽ എന്തില്ല? ആൽക്കഹോൾ ഇല്ല. എന്തൊക്കെയുണ്ട്? ആന്റികോയാഗുലന്റ് ആയിട്ട് സോഡിയം സിട്രേറ്റ് ഉണ്ട്, ബഫർ ആയിട്ട് സോഡിയം ബോറേറ്റ് ഉണ്ട്, ജേർമിസൈഡ് ആയിട്ട് എന്തുണ്ട്? ഫിനോൾ ഉണ്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് എന്തുണ്ട്? ഫോർമാലിൻ. ഫോർമാലിനാണ് മെയിൻ കണ്ടന്റ്. ഇതാണ് ഓട്ടോപ്സിയുടെ കുറച്ചേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യൂജിലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ്. ബേസിക്കലി ഹീറ്റ് ബേൺ ഇഞ്ചുറീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, തെർമൽ ഇഞ്ചുറീസ്. ബേൺ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചൂടടിച്ചിട്ട് അല്ലെങ്കിൽ പൊള്ളലേറ്റിട്ട് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ആണ് ബേൺ ഇഞ്ചുറീസ്. ബേൺ ഇഞ്ചുറീസ് വന്നിട്ട് ആള് മരിച്ചു പോകുമ്പോൾ എന്ത് ആറ്റിറ്റ്യൂഡ് ആ പേഷ്യന്റ് ഉണ്ടാകുന്നത്? ഇറ്റ് ഇസ് കോൾഡ് പ്യൂജിലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. അതായത് ഇങ്ങനെ ഇരിക്കും പേഷ്യന്റ്. അയാളിങ്ങനെ ബോക്സ് ചെയ്യാൻ പോകുന്നിരിക്കും, റെസ്ൽ ചെയ്യാൻ പോകുന്നിരിക്കും, ഇങ്ങനെ ഇരിക്കും പേഷ്യന്റ്. അയാളുടെ കാലും മടങ്ങിയിരിക്കും, അയാളുടെ തല ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? ദാറ്റ്സ് കോൾഡ് പ്യൂജിലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബോക്സേഴ്സ് ആറ്റിറ്റ്യൂഡ്.
ഇറ്റ് ഇസ് കോൾഡ് ഹീറ്റ് സ്റ്റിഫനിങ്. അത് എല്ലാം ഒരേ സാധനം തന്നെയാണ്. പിജിലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലും ബോക്സസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലും ഹീറ്റ് സ്റ്റിഫനിങ് എന്ന് പറഞ്ഞാലും എല്ലാം ഈ പറയുന്ന പിജിലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹീറ്റ് ഇഞ്ചറിയെ പറ്റിയാണ് പറയുന്നത്. വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രോട്ടീനുകളുണ്ട് അല്ലെ. ആൽബുമിനുണ്ട്, ഗ്ലോബിനുണ്ട്, അല്ലെങ്കിൽ തന്നെ മസിലിൽ ഒരുപാട് പ്രോട്ടീൻസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രോട്ടീനുകളെല്ലാം ഈ പറയുന്ന ഹീറ്റ് ഇഞ്ചറി മൂലം, അതായത് 65 ഡിഗ്രി സെൽഷ്യസിന് മൂലം 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂട് നമ്മുടെ ബോഡിയിൽ ഏറ്റു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ പ്രോട്ടീനുകളെല്ലാം കോയാഗുലേറ്റഡ് ആവും. കോയാഗുലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീനുകൾ മൂലം നമുക്ക് എന്തുണ്ടാവും? മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവും. മസിൽ കൺട്രാക്ഷൻ ഉണ്ടായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? പിജിലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അഥവാ ബോക്സസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. ഹീറ്റ് റപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന തൊലി നമ്മുടെ ശരീരത്തിന് മേലുള്ള സ്കിന്ന് ഈ ചൂടടിച്ച് വെന്ത് കഴിഞ്ഞാൽ ഈ സ്കിന്ന് ഇറ്റ് യൂഷ്വലി ഗീവ്സ് അവേ. സ്കിൻ ഇങ്ങനെ പയ്യെ അടർന്നു മാറും. പക്ഷെ എന്തുണ്ടാവത്തില്ല? ബ്ലീഡിങ് ഉണ്ടാവത്തില്ല, വെസൽ ഇഞ്ചുറി ഇല്ല, നെർവ് ഇഞ്ചുറി ഇല്ല, ഒന്നുമില്ല. ആള് മരിക്കുന്നതിന് മുന്നേ ആണ് ഹീറ്റ് റപ്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. ഹീറ്റ് റപ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന നെർവും വെസലും ഒന്നും അഫക്റ്റഡ് ആവാത്തതുകൊണ്ട് തന്നെ ഹീറ്റ് റപ്ചർ മൂലം ആൾക്ക് പെയിൻ ഉണ്ടാവത്തില്ല യൂഷ്വലി. അതാണ് ഹീറ്റ് റപ്ചർ എന്ന് പറഞ്ഞാൽ. അതായത് മേളത്തെ തൊലി മാത്രം ഇളകി മാറുന്നു, താഴത്തെ പറയുന്ന ഡെർമിസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്, ഇൻടാക്ട് നെർവും വെസലും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നില്ല? ബ്ലീഡിങ് ഉണ്ടാവുന്നില്ല. ഹീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് അതായത് ഇപ്പൊ നമ്മുടെ തലയിൽ ഒരാൾ ഒരു ചുറ്റിക വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ബോൺ ഇങ്ങനെ താഴോട്ടായിരിക്കും ഫ്രാക്ചർ ഉണ്ടാവുന്നത്. അടിച്ച രീതിയിൽ താഴേക്കായിരിക്കും അതായത് അകത്തേക്ക് കുഴിഞ്ഞു പോകും നമ്മുടെ ബോൺ. ഹീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് പുറത്തേക്ക് തള്ളി വരും. അത് കാണാൻ പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് കോൾഡ് ഹീറ്റ് ഫ്രാക്ചർ. ഹീറ്റ് ഹെമറ്റോമ എന്ന് പറഞ്ഞത് ഈ പറയുന്ന പോലെ ഈ പൊള്ളൽ മൂലം ഈ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്, മിഡിൽ മെനിഞ്ചൽ ആർട്ടറി ബ്ലീഡിംഗ് ഉണ്ടായി, എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് ഉണ്ടായി. അങ്ങനെ ഉണ്ടാവുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹെമറ്റോമയ്ക്കാണ് ഹീറ്റ് ഹെമറ്റോമ എന്ന് പറയുന്നത്. നമുക്കറിയാം മിഡിൽ മെനിഞ്ചൽ ആർട്ടറിയാണ് മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ഇൻ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്. അപ്പോൾ ഈ ഹീറ്റ് ഹെമറ്റോമയുടെ ഒരു സ്പെസിഫിക് അപ്പിയറൻസ് ഉണ്ട്. എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിന്റെ അപ്പിയറൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അതൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു ബൈ കോൺവെക്സ് ഷേപ്പ് ആണ് അതിനുള്ളത്. പക്ഷേ ഈ പറയുന്ന EDHന് എങ്ങനെയാണ് ഉള്ളത്? ഈ പറയുന്ന ഹീറ്റ് ഹെമറ്റോമയ്ക്ക് എങ്ങനെ അപ്പിയറൻസ് വരുന്നത്? അതിന്റെ അപ്പിയറൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, അത് ഇങ്ങനെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും. അതിനകത്ത് ഈ തേനീച്ചക്കൂട് പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ഹീറ്റ് ഹെമറ്റോമ. കണ്ടോ, ദിസ് ഇസ് കോൾഡ് ഹീറ്റ് ഹെമറ്റോമ. എപ്പിഡ്യൂറൽ സാധനത്തിന്റെ അതേ ഷേപ്പ്, പക്ഷെ അകത്ത് ഹണികോം ഷേപ്ഡ് സ്ട്രക്ചർ. ഹീറ്റ് ഹെമറ്റോമ. പിന്നെ കുറച്ച് അൾസറുകളെ പറ്റി പഠിക്കാനുണ്ട്. ഇതിനകത്ത് ബേൺസ് മൂലം നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് അൾസർ എന്ന് പറയുന്ന പേരാണ് കേർലിംഗ് അൾസർ. അതായത് ചൂടേറ്റ് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് അൾസറാണ്, സ്ട്രെസ് അൾസറാണ് കേർലിംഗ് അൾസർ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ഡ്യൂ ടു ബേൺസ്. പിന്നെ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന അൾസറാണ് പുഷിംഗ് അൾസർ. പുഷിംഗ് ഫോർ ഹെഡ് ഇഞ്ചുറി, കേർലിംഗ് ഫോർ ബേൺസ് ഇഞ്ചുറി. ക്യാമറോൺ എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് ഹെർണിയ. സ്ലൈഡിംഗ് ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഈ ഡയഫ്രം ഉണ്ടല്ലോ, ഡയഫ്രം നമ്മുടെ എല്ലാ സൈഡിൽ നിന്നും ക്ലോസ്ഡ് ആണ്. അതിന് താഴെയാണ് സ്റ്റൊമക്ക്, നമ്മുടെ അബ്ഡമനിലേക്ക് പോകുന്നു, അതങ്ങനെ പോകും. ചില കേസുകളിൽ ഈ പറയുന്ന സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റം, കുറച്ച് സ്റ്റൊമക്കിന്റെ ഭാഗങ്ങളൊക്കെ ഈ പറയുന്ന ഡയഫ്രത്തിന്റെ ആ ചെറിയ ഹോളിൽ കൂടെ മേളിലേക്ക് നമ്മുടെ തൊറാക്സിന് അങ്ങോട്ട് ഹെർണിയേറ്റ് ചെയ്യും. തൊറാക്സിലല്ല നമ്മുടെ സ്റ്റൊമക്ക് ഇരിക്കുന്നത് നമുക്കറിയാം. തൊറാക്സിൽ എന്തുള്ളൂ? ലങ്സേ ഉള്ളൂ. എന്തുണ്ട്? ഹാർട്ടും ഉണ്ട്. പക്ഷെ നമ്മുടെ അബ്ഡമനിലാണ് നമ്മുടെ എന്തിരിക്കുന്നത്? നമ്മുടെ സ്റ്റൊമക്ക് ഇരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ തമ്മിലുള്ള ബാരിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡയഫ്രം ആണ്. അപ്പൊ ഈ ഡയഫ്രത്തിന്റെ ഇടയിൽ കൂടെ സ്റ്റൊമക്ക് തൊറാക്സിലേക്ക് ഹെർണിയേറ്റ് ചെയ്ത് വരുന്നതിനാണ് സ്ലൈഡിംഗ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഹെർണിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഒബ്വിയസ്ലി കുറെ മുറിവും ചതവും ഒക്കെ നമ്മുടെ സ്റ്റൊമക്കിന് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അൾസറാണ് എന്ത്? ക്യാമറൂൺ അൾസർ. ഈ പേരുകൾ 3 എന്ന് പറഞ്ഞാൽ മതി. കേർലിംഗ് ഫോർ ബേൺസ്, പുഷിംഗ് ഫോർ ഹെഡ്, ക്യാമറൂൺ ഫോർ സ്ലൈഡിംഗ്. പിന്നെ വിഷ്ണുസ്കി അൾസർ എന്ന അൾസർ ഉണ്ട്. ഇറ്റ്സ് സീൻ ഇൻ ഹൈപ്പോതെർമിയ. ഹൈപ്പോതെർമിയയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ഹൈഡ് ആൻഡ് ഡൈ. അതായത് ബേസിക്കലി ഹൈപ്പോതെർമിയ ഉള്ള ഒരാള് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഹൈപ്പോതെർമിയ മൂലമാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാളുടെ ബോഡി യൂഷ്വലി നമ്മൾ ഏതെങ്കിലും കബേർഡിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അത് അങ്ങനെ ഇറ്റ്സ് കോൾഡ് പാരഡോക്സിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അയാളുടെ അത് നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബോഡി ഇപ്പൊ തണുക്കുന്നതിനാണ്. അപ്പൊ തണുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡ്രസ്സ് എടുത്തിടുക. പക്ഷെ ഹൈപ്പോതെർമിയ മൂലം മരിക്കുന്ന ഒരാളുടെ ഡ്രസ്സ് അല്ല അയാൾ ഊരിക്കളയും. ഇറ്റ്സ് കോൾഡ് പാരഡോക്സിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. പക്ഷെ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അയാളുടെ ഡ്രസ്സ് എല്ലാം ഊരിക്കളയും. എന്നിട്ട് ഏതെങ്കിലും മുറിയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടഞ്ഞ സ്ഥലത്ത് പോയി അയാളെ ഒളിച്ചിരുന്നായിരിക്കും അയാളുടെ മരണം ഉണ്ടാകുന്നത്. ഇറ്റ്സ് കോൾഡ് ഹൈപ്പോതെർമിയ. അതിന്റെ ഒരു സ്പെസിഫിക് ഫീച്ചറാണ്. റീസൺ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, പഠിക്കണമെന്നില്ല. ആൻഡ് ടൈപ്പ് ഓഫ് അൾസർ ദാറ്റ് വി സീ ഇൻ ഹൈപ്പോതെർമിയ, ഇറ്റ്സ് കോൾഡ് വിഷ്ണുസ്കി അൾസർ. വിഷ്ണുസ്കി അൾസർ ആണ് ഹൈപ്പോതെർമിയയുടെ അൾസറിന്റെ പേര്. നെക്സ്റ്റ് നമ്മൾ കളക്ഷൻ ഓഫ് ബ്ലഡ് സാമ്പിൾ ആണ് പഠിക്കാൻ പോകുന്നത്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഗ്മെന്റ് കഴിയും. നമുക്ക് കളക്ഷൻ ഓഫ് ബ്ലഡ് സാമ്പിളിനെ പറ്റി പഠിക്കാം. കളക്ഷൻ ഓഫ് ബ്ലഡ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന
ബ്ലഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ഓക്സൈഡ് കളക്ഷൻ ട്യൂബിലാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, എന്താണ് സിഗ്നിഫിക്കൻസ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. The cellular barrier of mucous and serous membrane breaks down after death, due to which substances, that's alcohol and barbiturates in the stomach and intestine, can migrate to the organs in the thorax and abdomen, leading to erroneous results. അതായത് നമ്മൾ ഈ മരണശേഷം നമ്മുടെ ഈ സ്റ്റൊമക്കിനകത്തെ കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ഡീഗ്രഡേഷൻ പോലെ ഇങ്ങോട്ട് വരും, നമ്മുടെ തൊറാക്സിലേക്കും നമ്മുടെ ബാക്കി പെരിറ്റോണിയൽ ക്യാവിറ്റിയിലും ഒക്കെ നമ്മൾ ലീക്കായി പോകും. അങ്ങനെ ലീക്കായി കഴിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറയുന്ന പെരിറ്റോണിയൽ ക്യാവിറ്റി നമുക്ക് ഇഷ്ടംപോലെ തുറക്കുമ്പോൾ കാണാം ബ്ലഡ് ഒക്കെ അതിനകത്ത്, പക്ഷെ അവിടെ നിന്നും നമ്മൾ എളുപ്പത്തിന് ബ്ലഡ് എടുക്കരുത്. നമ്മൾ ബ്ലഡ് എടുക്കേണ്ട എവിടുന്ന, യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഓൺലി ഫ്രം ദ വെസൽസിൽ നിന്ന് മാത്രമേ ബ്ലഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം മ്യൂക്കോസ് സെറസ് മെമ്പറൈൻ ബാരിയർ ബ്രേക്ക് ഡൗൺ ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ക്യാവിറ്റി നിറച്ച് ബ്ലഡ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുക ഇഷ്ടംപോലെ ബ്ലഡ് തയ്യാറി കിടക്കുന്നു, അതിനകത്തുനിന്ന് എടുത്താൽ പോരെ, എന്തിനാ വെറുതെ ഈ സിറിഞ്ച് കുത്തി അതിനകത്തുനിന്ന് എടുക്കുന്നത്? അങ്ങനെയല്ല. വി ഹാവ് ടു ടേക്ക് അവർ ബ്ലഡ് ഓൺലി ഫ്രം ദ ആർട്ടറി, എസ്പെഷ്യലി ഫെമറൽ ആർട്ടറി. ഫെമറലോ ജുഗുലാർ വെയിനോ സബ്ക്ലിയർ വെയിനോ എന്ത് വേണ്ടാവാം. ബിഫോർ ഓട്ടോപ്സി, നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നതിന് മുന്നേ തന്നെ വേണം ചെയ്യാൻ 10 to 20 ml of blood. It has to be drawn from the femoral. Best sample femoral ആണ്. Jugular subclavian vein also can be used. ഇത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, blood should never be collected from pleural or abdominal cavities as it can be contaminated with gastric or intestinal contents. Lymph, mucus, urine, pus, serous fluid ഇതൊന്നും ചെയ്യാൻ പാടില്ല. It has to be taken from the femoral vein അല്ലെങ്കിൽ jugular subclavian vein by a syringe. ഞാൻ ബ്ലഡ് ജസ്റ്റ് ജനറലായിട്ട് എഴുതിക്കുന്നുള്ളൂ. ബ്ലഡ് ഇസ് എ മോസ്റ്റ് യൂസ്ഫുൾ സാമ്പിൾ ബിക്കോസ് ടോക്സിൻസ് പ്രസന്റ് ഇൻ ദിസ് ക്യാൻ ബി ബെസ്റ്റ് റിലേറ്റഡ് ടു ഫിസിയോളജിക്കൽ എഫക്ട് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ലൈക്ക്. ഒന്നും വേണ്ട, ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി. ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോക്സിൻ അസൈ ചെയ്യാൻ പറ്റും. ടോക്സിൻ അസൈ ചെയ്ത് കഴിഞ്ഞാൽ ടോക്സിൻ ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ടോക്സിൻ കാരണമാണ് പേഷ്യന്റ് മരിച്ചു എന്ന് മനസ്സിലാക്കാം. അതും ആ പേഷ്യന്റ് മരണമടയുന്നതിന് മുമ്പ് ഉണ്ടായ ഫിസിയോളജിക്കൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചുമ്മാ തള്ളി വെച്ചേക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫോറൻസിക് എന്നാണ് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ എടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ടെക്സ്റ്റുകളെല്ലാം, ഈ പറയുന്ന ഫിഗേഴ്സ് എല്ലാം ആ പറയുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫിസിയോളജി, ഈ പറയുന്ന ഫോറൻസിക് എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നും എക്സ്ട്രാ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടില്ല. എല്ലാം അതിനകത്തുള്ള ടെക്സ്റ്റുകൾ അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോയിന്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഓൾവേസ് ബ്ലഡ് ഇസ് കളക്ടഡ് ഇൻ സോഡിയം ഫ്ലൂറൈഡ് ആൻഡ് പൊട്ടാസ്യം ഓക്സലേറ്റ് ട്യൂബ്, കളക്ഷൻ ട്യൂബ്. Blood for toxicological analysis for alcohol, cocaine, cyanide and carbon monoxide. അതായത് ടോക്സിക്കോളജിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽക്കഹോള്, കൊക്കൈന്, പിന്നെ സൈനൈഡ് ആസേ, പിന്നെ കാർബൺ മോണോക്സൈഡ്, ഇതെല്ലാം എവിടെ ആയിരിക്കും പ്രിസർവ് ചെയ്യുന്നത്? സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം ഓർ പൊട്ടാസ്യം ഫ്ലൂറൈഡ്. സോഡിയം ഫ്ലൂറൈഡ് ആണ് പൊട്ടാഷ്യം ഓക്സലേറ്റും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു മിശ്രിതത്തിലാണ് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നത്. ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഇത് കണ്ടോ, ഈ കളർ ഗ്രേ വയലാണ്. ഗ്രേ വയലിൽ എന്ത് ആന്റികോയാഗുലന്റ് ഉള്ളത്? സോഡിയം ഫ്ലൂറൈഡ്. അത് ബാക്കി പിന്നെ പഠിക്കാം. ബാക്കിയൊന്നും ചെയ്യില്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം സാമ്പിൾസ് ആർ ലയബിൾ ടു പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ബൈ മൈക്രോബയോളജിക്കൽ ആക്ഷൻ ഒന്നും വേണ്ട. ബേസിക്കലി സോഡിയം ഫ്ലൂറൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെപ്പാരിൻ ഇഡിറ്റി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ മൂലമാണ് ആൾ മരിച്ചു പോയതെങ്കിൽ ഈ ഹെപ്പാരിൻ ഇഡിറ്റിയും നമ്മുടെ ആ ബ്ലഡിലെ ആൽക്കഹോൾ കോൺസെൻട്രേഷനുമായിട്ട് ഒരു മിസ്മാച്ച് ഉണ്ടാകും. അതുകൊണ്ട് അതും യൂസ് ചെയ്യാൻ പാടില്ല. ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നോ പ്രിസർവേറ്റീവ്സ് നെസസറി. ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഈ ഒരു വാക്യൂട്ടൺ ട്യൂബിന്റെ കാര്യങ്ങൾ കൂടെ ജസ്റ്റ് നോക്കിക്കൊള്ളുക. കളർ, അത് റെഡ് കളർ ട്യൂബ്, റെഡ് ടോപ്പ് ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആന്റികോയാഗുലന്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇത് നമ്മൾ യൂഷ്വലി ലാബിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിങ്ങനെ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. NPSCക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിൾ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡ് ടോപ്പ് ട്യൂബ് ആണ് അല്ലെങ്കിൽ റെഡ് കളേർഡ് ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിനകത്ത് ആന്റികോയാഗുലന്റുകൾ ഒന്നും കാണത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെറം ഇലക്ട്രോലൈറ്റ് എക്സാമിനേഷൻ. അങ്ങനത്തെ സെറം ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റെഡ് കളർ ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രേ കളർ ട്യൂബ് ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? സോഡിയം ഫ്ലൂറൈഡ് ഉണ്ട്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? RBS എസ്റ്റിമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഇനി പർപ്പിൾ ആണെങ്കിൽ എന്തുണ്ട്? അതിനകത്ത് EDTA ഉണ്ട്. അതിനകത്ത് നമ്മൾ പർപ്പിൾ ട്യൂബിൽ എന്താ നമ്മൾ നോക്കുന്നത്? CBC നോക്കും. CBC നോക്കും, നമ്മൾ ESR നോക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ EDTA ട്യൂബിലാണ് നോക്കുന്നത്, അല്ലെങ്കിൽ പർപ്പിൾ കളർ ട്യൂബിലാണ് നോക്കുന്നത്. ബ്ലൂ കളർ ട്യൂബിൽ നമ്മൾ കൊയാഗുലേഷൻ സ്റ്റഡികൾ, ബ്ലഡ് ടെസ്റ്റുകൾ, അതായത് PT, APTT, PTINR അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലൂ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു വയ്ക്കുന്നത്. അതിനകത്ത് എന്തുണ്ട്? 3.2% സോഡിയം സിട്രേറ്റ് ഉണ്ട്. ഇനി ഗ്രീൻ കളർ ആണെങ്കിൽ അതിനകത്ത് എന്ത് ആന്റിബയോട്ടിക് ഉള്ളത്? ഹെപ്പാരിൻ ആണ്. ഹെപ്പാരിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ബോൺമാരോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ബേസിക്കലി ക്യാൻസർ ഉള്ള ആളുകൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാധനം, ബ്ലഡ് ലുക്കീമിയ ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ബോൺമാരോ എടുത്തിട്ട് അതിന്റെ ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതിനൊക്കെയാണ് നമ്മൾ അത് കളക്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഗ്രീൻ കളർ ട്യൂബ് യൂസ് ചെയ്യുന്നത്. പിന്നെ യെല്ലോ കളർ ട്യൂബിനകത്ത് എന്തുണ്ട്? പ്രത്യേക ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, ക്ലോട്ടിംഗ് ജെല്ലുകളുണ്ട്. ജെൽ എന്നാണ് ബേസിക്കലി ജെൽ അല്ലെ ക്ലോട്ടിംഗ് ജെൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ, സെറം സെപ്പറേറ്റിംഗ് ജെൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? ഓൾവേസ് ആൻഡ് ഓൾവേസ് റിമെമ്പർ യെല്ലോ ട്യൂബ്.
യെല്ലോ ട്യൂബ്, അതിനകത്ത് ആന്റികോയാഗുലന്റ് സിട്രേറ്റ് ആണ്, അതിന്റെ കൂടെ ക്ലോട്ടിംഗ് ജെല്ലുകളും ഉണ്ട്. ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഇൻ ബ്ലഡ് കൾച്ചർ ടെസ്റ്റ്. ബ്ലഡ് കൾച്ചർ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ എടുത്തു കൊടുക്കുന്നതിനകത്ത് നമ്മൾ ഈ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്ന കാര്യവും നമ്മുടെ കേരളത്തിൽ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നുമല്ല ഇത്. അതൊക്കെ ഡിഫറെന്റ് ആണ്. നമ്മൾ മിക്കതും ചുമ്മാ റെഡിലും നമുക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. പക്ഷെ ഇതാണ് ഐഡിയലി അക്കോർഡിംഗ് ടു WHO ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ബ്ലഡ് ബാങ്ക് ടെസ്റ്റുകൾ, ബ്ലഡ് ടൈപ്പിംഗ്, ബ്ലഡ് ബാങ്കിലോട്ട് എടുത്തു കൊടുക്കുന്ന ബ്ലഡുകളെല്ലാം നമ്മളെങ്കിൽ ഈ ഒരു ലാവൻഡർ കളർ ടോപ്പിൽ ഉള്ള ലാവൻഡർ ട്യൂബിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതിനകത്തുള്ള K2-VDT എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആന്റിബയോട്ടിക് ആണ്. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഇത് ഓർത്തിരിക്കാൻ വേറെ വഴികളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യുക. എവിടെയെങ്കിലും എഴുതി വെക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സർജറി ഒക്കെ പഠിക്കുന്ന ടൈമിൽ സ്കോറിംഗ് സിസ്റ്റം ഒക്കെ എഴുതി വെക്കാൻ വേണ്ടി നമ്മൾ ബുക്ക് തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞാണല്ലോ. അതിനകത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഫോറൻസിക്കിന്റെ ഈ പറയുന്ന കേരള PSC ലാസ്റ്റ് 2023 കേരള PSC ആണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അതിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, a dead body was seen in pugilistic attitude with surface burns. Which of the following is or are crucial in arriving at burns as the cause of death here? ഒരു കാര്യം ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്ന മുന്നേ പറയാം. നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അതായത് ആ ടോപ്പിക്കുകൾ, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്നും വിടാതെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനുകളിൽ എന്തെങ്കിലും ഇപ്പം മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ അങ്ങനത്തെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വരികയാണെങ്കിൽ പോലും നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് നമുക്ക് അറിയാത്ത ഓപ്ഷനുകൾ കൂടെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യുകയോ റൂളിങ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ക്രൂഷ്യലി അറൈവിംഗ് അറ്റ് ബേൺസ് ആസ് ദ കോസ് ഓഫ് ഡെത്ത്. ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യന്റെ ഓരോ ലൈനും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ പറയുന്ന 3 സാധനത്തില് കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന പേഷ്യന്റ് ഡെത്ത് ഉണ്ടാവാനുള്ള കാരണം ബേൺസ് ആണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ഹീറ്റ് ചേഞ്ചസ് ഓഫ് ദ ഹെയർ, അസസ്മെന്റ് ഓഫ് വൈറ്റൽ ചേഞ്ചസ്, സ്പെക്ട്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ദ ബ്ലഡ്. ഹീറ്റ് ചേഞ്ചസ് ഓഫ് ഹെയർ, ഇപ്പോ ഒരു പേഷ്യന്റ് മരിച്ചു, അയാളുടെ ബേൺസ് മൂലമാണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുക. അത് നോക്കുമ്പം ഈ പറയുന്ന അയാളുടെ തൊലിപ്പുറം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പൊള്ളൽ ഉണ്ടായതിന്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അയാൾ പൊള്ളൽ മൂലമാണോ മരിച്ചു പോയത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? പൊള്ളൽ മൂലം ആയിരിക്കത്തില്ല. ഇപ്പം ആ പേഷ്യന്റ് പൊള്ളൽ മൂലം വേദന സഹിക്കാൻ വയ്യാതെ റോഡിൽ ഏതെങ്കിലും വണ്ടി തട്ടിയായിരിക്കും പേഷ്യന്റ് മരിച്ചു പോയത്. അപ്പോഴും ആ പേഷ്യന്റ് തൊലിപ്പുറത്ത് എന്തുണ്ട്? ഹീറ്റ് ചേഞ്ചസ് ഓഫ് ഹെയറുകളുണ്ട്. ഈ പറയുന്ന മുടി കരിഞ്ഞു പോയ സാധനങ്ങളൊക്കെ അതിനകത്ത് അപ്പോഴും കാണാം. പക്ഷെ അപ്പോഴും ആ പേഷ്യന്റ് കോസ് ഓഫ് ഡെത്ത് ബേൺസ് അല്ല. ആ പേഷ്യന്റ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് മൂലം വേദന കൊണ്ട് പൊളഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി ഓടിയപ്പോൾ വണ്ടി ഇടിച്ചാണ് മരിച്ചത്. അപ്പൊ ബേൺസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഹീറ്റ് ചേഞ്ചസ് ഓഫ് ദ ഹെയർ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റീവ് അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല ടു അറൈവ് അറ്റ് ദ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ 1 എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 1 റൂൾ ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ 1 ഉള്ള ഓപ്ഷനുകളെല്ലാം നമുക്ക് കാണാം. B അല്ല, D അല്ല, C അല്ല. അപ്പൊ 1 ഇല്ലാത്ത ഓപ്ഷൻ ഏതാ? A മാത്രമേ ഉള്ളൂ. only 2 and 3. അപ്പൊ ഓപ്ഷൻ ഒന്ന് വായിക്കാം. അസസ്മെന്റ് ഓഫ് വൈറ്റൽ ചേഞ്ചസ്. വൈറ്റൽ ചേഞ്ചസ് പറഞ്ഞാൽ ബേൺസ് ഉള്ള ഒരു പേഷ്യന്റിന്റെ ബോഡി, അതായത് കാപ്പിലറീസ് ഒക്കെ ഭയങ്കര ഡൈലേറ്റഡ് ആയിരിക്കും. അയാളുടെ ഈ പറയുന്ന ബ്ലഡ് എക്സ്ട്രാവസേഷൻ, എഡിമ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും. അതൊക്കെയാണ് വൈറ്റൽ ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് 2 അതെന്തായാലും ഉണ്ട്. പിന്നെ 3 സ്പെക്ട്രോസ്കോപ്പിക് എക്സാമിനേഷൻ ബ്ലഡ്. ഇപ്പോ ബേൺസ് മൂലമാണ് അയാൾ മരിച്ചു എന്ന് വിചാരിക്കുക. അയാൾ ബ്ലഡ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാവും. കാരണം ബേൺസ് ഉണ്ടായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി കാർബൺ മോണോക്സൈഡും ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് നമ്മൾ വലിച്ചേറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ബ്ലഡിൽ ഈ പറയുന്ന കാർബൺ മോണോക്സൈഡിന്റെ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പൊ ആ സ്പെക്ട്രോസ്കോപ്പിക് എക്സാമിനേഷൻ വഴിയാണ് ആ പറയുന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, ഓപ്ഷൻ 2 ആൻഡ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following conditions except dash have clinical manifestations similar to acute alcoholic intoxication. അതായത് ഈ പറയുന്ന 4 സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് ഒഴികെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് സിമിലർ ടു അക്യൂട്ട് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. അക്യൂട്ട് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ഉള്ള ഒരു പേഷ്യന്റ് ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിൽ അയാൾക്ക് ഒബ്വിയസ്ലി ബോധമൊന്നും കാണത്തില്ല. അയാൾ പിച്ചും പേയും പറയും. അയാള് ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കും. നമുക്കിനി ഈ പറയുന്ന 3 ക്ലിനിക്കൽ ഫീച്ചർ വെച്ചിട്ട് നമുക്കിനി ഓരോന്ന് നോക്കാം. ഡയബറ്റിക് കീറ്റോസ്, ശരിയാ. അയാൾക്ക് ഡയബറ്റിക് കീറ്റോസ് ഉള്ള ഒരു മനുഷ്യന് കീറ്റോ അസിഡോസിസ് ഉണ്ടായി കഴിയുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവും? അയാൾ പിച്ചും പേയും പറയും. അയാൾക്ക് ഒരു ബോധമില്ലാത്തൊരു അബോധാവസ്ഥ, സെമി അബോധാവസ്ഥയിലായിരിക്കും. ദാറ്റ്സ് കോൾഡ് കീറ്റോട്ടിക് കോമ. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, കീറ്റോ അസിഡോട്ടിക് കോമ. B, ഹൈപ്പോഗ്ലൈസിമിക് കോമ. അതെ, ഷുഗർ കുറഞ്ഞു പോയ അയാൾക്ക് പിച്ചും പേയും പറയാനുള്ള നാക്ക് തിരിയത്തില്ല. അതെല്ലാം അക്യൂട്ട് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ഒരു ഫീച്ചറാണ്.
സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്, അതെ, സെറിബ്രോ CVA, അതായത് സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്, സ്ട്രോക്ക് ഒക്കെ ഉള്ള ആൾക്കും എന്ത് സംഭവിക്കുന്നത്? അയാൾക്കും ഈ പറയുന്ന നാക്ക് തിരിയത്തില്ല, അയാളുടെ വായൊക്കെ ഒരു സൈഡിലേക്ക് ഓടിപ്പോകും. അതെല്ലാം സിമിലർ ടു ആക്യൂട്ട് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ആണ്. പക്ഷേ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി അങ്ങനെയാണോ? അല്ല. ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി ഉള്ള പേഷ്യന്റിന് ഈ പറയുന്ന അക്യൂട്ട് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷന്റെ ഫീച്ചേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല. അയാൾക്ക് ഈ പറയുന്ന പോലെ പിച്ചും പേയൊന്നും അയാളും പറയത്തില്ല. അയാളുടെ വയറ് ഭയങ്കര ഉയർത്തായിരിക്കും ഇരിക്കുന്നത്. അയാളുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഡിഫറെന്റ് ആയിരിക്കും. അയാൾക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഈ പറയുന്ന പോലെ സംസാരിക്കുന്നതിനൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, എക്സെപ്റ്റ് ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി. ബാക്കി എല്ലാത്ത ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ സിമിലർ ടു അക്യൂട്ട് ആൽക്കഹോളിക് ഇൻടോക്സിക്കേഷൻ. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈ PSCയുടെ എക്സാം എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. എക്സാം ടഫാണ്. നമ്മൾ എക്സാം ടഫ് എന്ന് പറഞ്ഞാൽ എക്സാം പഠിപ്പിച്ച സാധനങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. തന്നിരിക്കുന്ന ടോപ്പിക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. പക്ഷേ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. എപ്പോഴും ഡീപ്പായിട്ട് റീഡ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ കേരള PSCയുടെ ക്വസ്റ്റ്യനുകൾ നമുക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. കാരണം 100 ക്വസ്റ്റ്യൻ 100 മിനിറ്റുമാണ്. അപ്പൊ നമുക്കത് സമയമില്ല, പെട്ടെന്ന് ആലോചിക്കാൻ ടൈമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. A few bones of a human being were recovered from a hidden place. The sex was identified from the characteristic features those given below. Skull, the upper edge of the orbit was sharp. The sternum, mandibular sterni, was longer than half the length of the mesosternum. Femur, the polpodiaphyseal angle was less obtuse. ഇതിനകത്തുനിന്ന് സ്റ്റേണോ അറിയത്തില്ലെങ്കിൽ പോട്ടെ, ഫിമറും അറിയത്തില്ലെങ്കിൽ പോട്ടെ, പക്ഷെ സ്കള്ള് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പർ എഡ്ജ് ഓഫ് ദ ഓർബിറ്റ് വാസ് ഷാർപ്പ്. അതായത് ഓർബിറ്റിന്റെ അപ്പർ എഡ്ജ് ഷാർപ്പായിട്ടുള്ള ആർക്കാ? ഷാർപ്പ് ഫീച്ചേഴ്സ് ആർക്കാ വരുന്നത്? എപ്പോഴും ഫീമെയിൽസിനാണ്. അപ്പർ എഡ്ജ് ഓഫ് ദ ഓർബിറ്റ് ഷാർപ്പ് വരുന്നത് ഫീമെയിൽസിനാണ്. സ്റ്റേണത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മാനിബ്രിയം സ്റ്റേണി വാസ് ലോങ്ങർ ദാൻ ഹാഫ് ദ ലെങ്ത് ഓഫ് മീസോസ്റ്റേണം. ഇതാണ് മാനിബ്രിയം സ്റ്റേണി എന്ന് പറയുന്നത്. ഇതാണ് ഈ സ്റ്റേണത്തിന്റെ മാനിബ്രിയം സ്റ്റേണിയും കൂടെ ചേർത്തുള്ള ഭാഗമാണ് മീസോസ്റ്റേണോ. ദിസ് ഇസ് മാനിബ്രിയം സ്റ്റേണി. ആൻഡ് ഈ ഒരു ഭാഗം തൊട്ട്, ഈ മാനിബ്രിയം സ്റ്റേണി തീരുന്ന തൊട്ട് ഈ സിഫിസ്റ്റേണം വരെയുള്ള ഭാഗമാണ് സ്റ്റേണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പകുതി വരെയുള്ള ഭാഗമാണ് മീസോസ്റ്റേണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനിബ്രിയം സ്റ്റേണിയുടെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ മാനിബ്രിയം സ്റ്റേണിയുടെ ലെങ്ത് ഈ മീസോസ്റ്റേണത്തിന്റെ ലെങ്തിനെക്കാളും ലോങ്ങർ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ എ ഫീമെയിൽ സെക്സ്. ദാറ്റ് ഇസ് ഫൈൻഡ് ഇറ്റ് ഫീമെയിൽസിനാണ് അങ്ങനെ കാണുന്നത്. പക്ഷേ മാനിബ്രിയം സ്റ്റേണിന്റെ ലെങ്ത് മീസോസ്റ്റേണത്തിനേക്കാളും ഷോർട്ട് ആണെങ്കിൽ ദാറ്റ് ഇസ് സീൻ ഓൺലി ഇൻ മെയിൽസ്. ഇനി നെക്സ്റ്റ് സാധനം ഫീമർ. ദ കോളോഡയഫേസിയൽ ആംഗിൾ വാസ് ലെസ് ഒബ്റ്റ്യൂസ്. എന്താണ് കോളോഡയഫേസിയൽ ആംഗിൾ? ദിസ് ഇസ് കോളോഡയഫേസിയൽ ആംഗിൾ. ഈ ഒരു സാധനമാണ് കോളോഡയഫേസിയൽ ആംഗിൾ. ഒബ്റ്റ്യൂസ് പറഞ്ഞാൽ 120 ഡിഗ്രിക്ക് മേളിൽ പോകുന്നതാണ് ഒബ്റ്റ്യൂസ് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് ഇത് ഇച്ചിരി കൂടെ ലെസ് ഒബ്റ്റ്യൂസ് ആയിരിക്കും. അതായത് ഇച്ചിരി റൈറ്റ് ആംഗിൾ ടൈപ്പ് ആയിരിക്കും. കാരണം ബ്രോഡായിട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന ഈ ആംഗിൾ ഇച്ചിരി കുറവായിരിക്കണം, ലെസ് ദാൻ 120 ആയിരിക്കണം. ഇപ്പൊ കോളോഡയഫേസിയൽ ആംഗിൾ ഫീമെയിൽസിൽ കുറവായിരിക്കും, ലെസ് ഒബ്റ്റ്യൂസ് ആയിരിക്കും. വെൽ ഇൻ മെയിൽസ് ഇറ്റ് ഇസ് മോർ സ്ട്രേറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് കോൾഡ് മോർ ദാൻ 120 ഡിഗ്രി, മോർ ഒബ്റ്റ്യൂസ് ആയിരിക്കും മെയിൽസിൽ. ഒബ്വിയസ്ലി ഈ പറയുന്ന 3 സാധനങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഫസ്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ തന്നിരിക്കുന്നതൊക്കെ ഫീമെയിൽസ് സ്കെലറ്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി which one of the following traits does correspond to the biological sex identified from the above features? ഡിസ്റ്റിങ്ക്ട് ഫ്രണ്ടോനേസൽ ആംഗുലേഷൻ ആണോ? അത് ആരില്ല ഞാൻ പഠിപ്പിച്ചേ? ഡിസ്റ്റിങ്ക്ട് ഫ്രണ്ടോനേസൽ ആംഗുലേഷൻ വരുന്ന ആരില്ല? ആണുങ്ങളിലാണ്. പിബിക് ബോൺ ട്രയാങ്കുലർ ഷേപ്ഡ് അറ്റ് ഹിസ് ബോഡി, ആരില്ല? ട്രയാങ്കുലർ ഷേപ്ഡ് അല്ലെ ഹാർട്ട് ഷേപ്ഡ് പിബിക് ബോൺ ഈ പറയുന്ന പെൽവിസ് ഒക്കെ ആർക്കാ വരുന്നത്? അത് ആർക്കാ വരുന്നത്? ആണുങ്ങളിലാണ്. മീൻ കോർപ്പോ ബേസൽ ഇൻഡെക്സ് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഓപ്ഷൻ ബി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഈ പറയുന്നത്. ഈ വൈഡ് ആൻഡ് ഷാലോ ഗ്രേറ്റർ സയറ്റിക് നോട്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. OSA ഒഴികെ, അതായത് ഒബ്ചുലേറ്റർ ഫോറാമൻ, ഈ സൈക്രോഇലിയാക് ജോയിന്റ് സർഫസ് ആൻഡ് അസറ്റാബുലർ ഫോറാമൻ ഒഴികെ ബാക്കി എല്ലാം ആർക്കാണ് കൂടുതൽ? പെൽവിസിലെ കേസിൽ ആർക്കാണ് കൂടുതൽ വൈഡ്, കൂടുതൽ പ്രോമിനന്റ് ആർക്കൊക്കെയാ? ഫീമെയിൽസിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ്. വൈഡ് ആൻഡ് ഷാലോ ഗ്രേറ്റർ സയറ്റിക് നോട്ട്സ് ആണ് ഫീമെയിൽസിൽ കാണുന്ന സാധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements regarding consent is correct? Consent should also be taken from the husband before terminating pregnancy under MTP Act of 1971. വേണ്ട. ഒരു സ്ത്രീയുടെ, അതായത് മാരീഡ് ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ, എബോവ് 18 വയസ്സുള്ള സ്ത്രീ ആണെങ്കിൽ അവളുടെ മാത്രം കൺസെന്റ് മതി എന്ത് ചെയ്യാൻ വേണ്ടിട്ട്? MTP ചെയ്യാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡിന്റെയും കൺസെന്റ് വേണ്ട, പേരൻസിന്റെയും കൺസെന്റ് വേണ്ട, വേറെ ആരുടെയും കൺസെന്റ് വേണ്ട, ഫീമെയിലിന്റെ മാത്രം കൺസെന്റ് മതി. സെക്കൻഡ്, ഡീറ്റെയിൽ MTP ആക്ട് 1971 അല്ല, ഈ പറയുന്ന പുതിയ MTP ആക്ട് അനുസരിച്ച് ഇത് തന്നെയാണ് നിയമം. Detailed description of the nature and effects of treatment may cause it less likely to secure consent from the patient and hence should be avoided. ആണോ? കൺസെന്റ് അവോയ്ഡ് ചെയ്യണോ? വേണ്ട. കൺസെന്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ. ഡീറ്റെയിൽ ആയിട്ട് പറയണം, കൺസെന്റ് എടുക്കുകയും വേണം. അപ്പൊ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ ഡി, ഓറൽ കൺസെന്റ് ഇസ് നോട്ട് ആസ് ഗുഡ് ആസ് റിട്ടൺ കൺസെന്റ്.
ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ഓപ്ഷൻ ആണ്. അതായത് ചില ടെക്സ്റ്റുകൾ പറയുന്നത് ഓറൽ കൺസെന്റ് ഇസ് നോട്ട് ആസ് ഗുഡ് ആസ് തന്നെയാണ്. പക്ഷെ പല ടെക്സ്റ്റുകളും പറയുന്നത് ഓറൽ കൺസെന്റ് ഹാസ് ദ സെയിം വാല്യൂ ആസ് റിട്ടൺ കൺസെന്റ് എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ എറർ ആണെന്നാണ്. കാരണം റിട്ടൺ കൺസെന്റ് ആണ് ഓൾവേസ് ബെറ്റർ വെൻ കമ്പയർ ടു ഓറൽ കൺസെന്റ്. ഓപ്ഷൻ സി എന്ന് നോക്കി, ബ്രോഡ് ബേസ്ഡ് ജനറൽ കൺസെന്റ് പ്രൊട്ടക്ട്സ് എ സർജൻ. ഇങ്ങനൊരു സിറ്റുവേഷൻ വരെയാണ്. അതായത് സി എന്ന് വായിച്ചു നോക്കിയാൽ ബ്രോഡ് ബേസ്ഡ് ജനറൽ കൺസെന്റ് പ്രൊട്ടക്ട്സ് എ സർജൻ ഹു വാണ്ട് ടു കണ്ടക്ട് എക്സ്റ്റെൻസീവ് ഹു ഷുഡ് വാണ്ട് ടു കണ്ടക്ട് എക്സ്റ്റെൻസീവ് സർജിക്കൽ പ്രൊസീജിയർ അതർ ദാൻ ദ വൺ ടു വിച്ച് ഇറ്റ് ഈസ് അഗ്രീഡ് ഫ്രം എനി ഫ്യൂച്ചർ ലിറ്റിഗേഷൻ. അത് കറക്റ്റ് അല്ലേ? അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എക്സ്റ്റെൻഡഡ് കൺസെന്റ് എടുക്കുന്നതാണ് സർജൻ എപ്പോഴും നല്ലതെന്നാണ് ആ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ സിയും കറക്റ്റാ, ഡിയും കൺഫ്യൂഷനാണ്. പക്ഷെ സിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. സി എന്തായാലും കറക്റ്റ് ആണെന്നറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബെറ്റർ ആൻസർ സി ആണ്. അപ്പൊ എയ്റ്റഡ് ആൻസർ ഇസ് സി. വിച്ച് ഓഫ് ദീസ് ഇസ് ട്രൂ അബൌട്ട് ദ ഫീച്ചർ ഓഫ് ദ പെൽവിസ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ? സെക്സ് ഡിറ്റർമിനേഷനിലെ ഫീച്ചർ ഓഫ് ദ പെൽവിസിൽ ഇതിൽ ഏതാ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ഗ്രേറ്റർ സയാറ്റിക് നോച്ച് ഇൻ ഫീമെയിൽ, ഹാർട്ട് ഷേപ്ഡ് പെൽവിസ് ഇൻ ഫീമെയിൽ, യു ഷേപ്ഡ് സബ്പ്യൂബിക് ആംഗിൾ ഇൻ മെയിൽ. തെറ്റാ. വണ്ണിൽ ഗ്രേറ്റർ ആണ്, ഗ്രേറ്റർ സയാറ്റിക് നോച്ച് മോർ പ്രോമിനന്റ് ആണ്. ഹാർട്ട് ഷേപ്ഡ് പെൽവിസ് ഫീമെയിലല്ല മെയിലാണ്. യു ഷേപ്ഡ് സബ്പ്യൂബിക് ആംഗിൾ മെയിലല്ല ഫീമെയിലാണ്. സോ ആൻസർ ഓപ്ഷൻ 3. ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ കഴിയാണ്. ക്വസ്റ്റിനുകൾ ഫോറൻസിക് പോലും എത്ര ടഫ് ക്വസ്റ്റിനാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റിനുകൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.